സർക്കാരിന്റെ സ്വപ്ന പദ്ധതിയായിരുന്നു സിൽവർ ലൈൻ. കഴിഞ്ഞ 4-5 വർഷമായി സിൽവർ ലൈൻ പദ്ധതിക്ക് പിന്നാലെയായിരുന്നു സർക്കാർ. പദ്ധതിക്കായി സർവേ നടത്തിയതും മഞ്ഞക്കുറ്റി സ്ഥാപിച്ചതുമൊക്കെ ഉണ്ടാക്കിയ ജനരോഷം ചെറുതായിരുന്നില്ല. ഒടുവിൽ കാര്യം നടക്കില്ലെന്ന് മനസ്സിലായപ്പോൾ പുതിയ പദ്ധതിയുമായി എത്തുകയാണ് സർക്കാർ. RRTS, റീജിയണൽ റാപ്പിഡ് ട്രാൻസിറ്റ് സിസ്റ്റം. ഇ ശ്രീധരന്റെ നേതൃത്വത്തിൽ സർക്കാരിനെ മറികടന്ന അതിവേഗ പാതയിൽ DPR തയ്യാറാക്കുന്നതിന് പിന്നാലെയാണ് ഇപ്പോൾ പുതിയ പ്രഖ്യാപനം വന്നിട്ടുള്ളത്. ബജറ്റിൽ പ്രാരംഭ പ്രവർത്തനങ്ങൾക്കായി 100 കോടി രൂപയും മാറ്റിവെച്ചിട്ടുണ്ട്. പക്ഷേ RRTS ഇവിടെ പ്രായോഗികമല്ല എന്നാണ് മെട്രോമാൻ ഇ ശ്രീധരന്റെ നിലപാട്. കേരളത്തിന് ഒരു അതിവേഗ പാത വേണമെന്നത് തർക്കമില്ലാത്ത കാര്യമാണ്. അത് പക്ഷേ ഏത് പദ്ധതി എന്ന പോരിൽ ഇല്ലാതാകുമോ എന്നതാണ് ആശങ്ക. അതിവേഗ പാതയിൽ ഇ ശ്രീധരനും സർക്കാരും തമ്മിൽ നടക്കുന്നത് ഇലക്ഷൻ സ്റ്റണ്ടോ? കേന്ദ്ര ബജറ്റിൽ കേരളത്തിന് അതിവേഗ റെയിൽ പാതയുടെ പ്രഖ്യാപനം ഉണ്ടാകുമോ? കേരളത്തിന്റെ RRTSന് കേന്ദ്രം പച്ചക്കൊടി കാണിക്കുമോ? അതിഥികളായി ഒപ്പമുള്ളത് CPM-ൽ നിന്ന് KS അരുൺകുമാർ, കോൺഗ്രസിൽ നിന്ന് VR അനൂപ്, വലത് സഹയാത്രികൻ ഷാബു പ്രസാദ്, കേരയിൽ വിരുദ്ധ സമരസമിതി അംഗം നസീർ നുജല്ല എന്നിവർ ചേരുകയാണ്. ശ്രീ അരുൺകുമാർ, ആദ്യം കേരയിൽ കൊണ്ടുവന്നു. അതിന് സംസ്ഥാന വ്യാപകമായി വലിയ രീതിയിലുള്ള പ്രതിഷേധമുണ്ടായി. മഞ്ഞക്കുറ്റി സ്ഥാപിച്ചതിനെതിരെ ശക്തമായ പ്രതിഷേധമുണ്ടായപ്പോൾ അതിനെയൊക്കെ പോലീസ് നടപടി കൊണ്ട് നേരിട്ടു. അത് ഇപ്പോൾ ഏറെക്കുറെ അത് നടപ്പാകില്ല എന്ന് ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ മുന്നിലുള്ളത് 2 പദ്ധതികളാണ്. ഒന്ന് സർക്കാർ മുന്നോട്ട് വയ്ക്കുന്ന RRTS, മറ്റൊന്നുള്ളത് ഇ ശ്രീധരൻ വിഭാവനം ചെയ്യുന്ന അതിവേഗ റെയിൽ പാതയാണ്. ഈ RRTS നമ്മൾ അറിഞ്ഞത് തന്നെ ഈ ബജറ്റിൽ പ്രഖ്യാപനം വരുമ്പോഴാണ്. അതിന് തലേ ദിവസം മന്ത്രിസഭായോഗം ചേർന്ന് അത് അംഗീകരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. സത്യത്തിൽ നമ്മുടെ കേരളത്തിലെ ജനങ്ങൾക്ക് എന്താണ് ആവശ്യം, അല്ലെങ്കിൽ എന്താണ് വേണ്ടത്? RRTS ആണോ അതോ അതിവേഗ പാതയാണോ എന്നതിൽ തന്നെ സർക്കാരിനൊരു ആശയക്കുഴപ്പമുണ്ട്, ഒരു ബോധ്യമില്ലേ ഈ വിഷയത്തിൽ? ഈ ചർച്ച തുടങ്ങുമ്പോൾ തന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ വാക്കുകൾ കേൾപ്പിച്ചുകൊണ്ടാണ് ഈ ചർച്ച ആരംഭിച്ചത്. അതിൽ നിന്ന് തന്നെ വ്യക്തമാണ് എന്താണ് ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നതെന്ന്. പ്രത്യേകിച്ച് മന്ത്രിസഭാ യോഗം തത്വത്തിൽ അംഗീകാരം കൊടുത്തു. പിറ്റേ ദിവസം ബജറ്റിൽ തന്നെ പ്രാഥമികമായിട്ടുള്ള നടപടിക്രമങ്ങൾക്ക് 100 കോടി രൂപ മാറ്റിവെക്കുകയും ചെയ്തു. ഇവിടെ മുഖ്യമന്ത്രി സൂചിപ്പിച്ചു, ഒരു 6 മാസം മുമ്പ് ബഹുമാനപ്പെട്ട ഇ ശ്രീധരൻ മുഖ്യമന്ത്രിയെ സമീപിച്ചു. അതിനുശേഷം ഇദ്ദേഹം ഒരു അതിവേഗ പാതയുമായി ബന്ധപ്പെട്ടുള്ള പ്രപ്പോസൽ കേന്ദ്ര റെയിൽവേ മന്ത്രാലയത്തിന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് പ്രാഥമിക കൺസെന്റ് സംസ്ഥാന ഗവൺമെന്റ് കൊടുക്കണം. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസ്ഥാന ഗവൺമെന്റ് മുന്നോട്ട് പോകണം എന്ന് പറഞ്ഞു. അതിനുശേഷം റെയിൽവേ മന്ത്രാലയവുമായി കോൺടാക്ട് ചെയ്യുമ്പോൾ അത്തരത്തിലൊരു പ്രപ്പോസൽ അവിടെ പെൻഡിങ് നിൽക്കുന്നതായി മനസ്സിലാക്കിയില്ല. സംസ്ഥാന ഗവൺമെന്റ് കൊടുത്ത ഒരു പ്രപ്പോസൽ, അതായത് ഇ ശ്രീധരൻ കേന്ദ്രത്തിന് കൊടുത്തതിന്റെ ഒപ്പം സംസ്ഥാന ഗവൺമെന്റിന് കൊടുത്ത ആ പ്രപ്പോസലുമായി ബന്ധപ്പെട്ടുള്ള കോപ്പിയാണ് കേന്ദ്രത്തിനും കൈമാറുന്ന സാഹചര്യം ഉണ്ടായത്. പിന്നീട് മനസ്സിലാക്കിയത് അത്തരത്തിൽ ഒരു പരിഗണന കേന്ദ്രത്തിന്റെ മുന്നിൽ ഈ വിഷയം ഇല്ല എന്നത് തന്നെയാണ്. ആ സമയത്താണ് RRTSുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു പ്രപ്പോസൽ സംസ്ഥാന ഗവൺമെന്റ് ആലോചിച്ചത്. ഇപ്പൊ ഡൽഹി മീററ്റ് പാത പോലെ തന്നെ ഏറ്റവും മാതൃകാപരമായി വളരെ വേഗതയിൽ പോകാൻ കഴിയുന്ന ഒരു പാതയാണ്. ഇവിടെ ചോദിച്ചത് അതിവേഗ പാത ഇ ശ്രീധരൻ തയ്യാറാക്കിയത് വേണോ അതോ RRTS വേണോ എന്നതാണ്. നമുക്കറിയാം, ഗ്ലോബൽ അഫയേഴ്സ് വെച്ചിട്ട് അതിവേഗ പാത എന്ന് പറയുന്നത് ഒരു 250 കിലോമീറ്റർ വേഗതയിൽ കൂടുതലുള്ള പാതകൾക്കാണ്. ഇവിടെ ഈ 2 പാതകളും ഏകദേശം 200-220 വരെ വരുള്ളൂ. അതുകൊണ്ട് അതിവേഗ പാത എന്ന ഗണത്തിൽ ഇ ശ്രീധരൻ തയ്യാറാക്കിയ പ്രപ്പോസലും അതുപോലെ RRTSുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രപ്പോസലും നമുക്ക് പരിഗണിക്കാൻ കഴിയില്ല. പക്ഷേ ഏതായാലും ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം യാത്രാ സമയം വളരെ ഗണ്യമായിട്ട് കുറയ്ക്കണം. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഏകദേശം 14 മുതൽ 18 മണിക്കൂർ വരെയൊക്കെ എടുക്കുന്നു. അതൊരു 3-3.5 മണിക്കൂറിലേക്ക് നമുക്ക് ചുരുക്കാൻ കഴിയണം. അതുപോലെ നീണ്ടു നിവർന്നു കിടക്കുന്ന ഒരു സംസ്ഥാനമാണല്ലോ നമ്മുടേത്. അത് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നമുക്ക് മേഖലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന തരത്തിൽ ഒരു ദിവസം തന്നെ പല തവണ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി വരാൻ പാകത്തിന് നമുക്ക് ഉള്ള അതിവേഗതയുള്ള ഒരു സംവിധാനമാക്കി മാറ്റണം. തൊഴിൽ വിദ്യാഭ്യാസ അവസരങ്ങളെ നന്നായി പ്രയോജനപ്പെടുത്തണം. അതുകൊണ്ടാണ് കേരളയിലുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള DPR 2020 ജൂൺ മാസത്തിൽ നമ്മൾ കേന്ദ്ര ഗവൺമെന്റിന് സമർപ്പിച്ചത്, റെയിൽവേ മന്ത്രാലയത്തിന് സമർപ്പിച്ചത്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി ചോദ്യങ്ങൾ, കുറികൾ റെയിൽവേ മന്ത്രാലയത്തിന്റെ ഭാഗത്തുനിന്ന് വന്നു. അതെല്ലാം കൃത്യമായിട്ട് ആൻസർ ചെയ്തു. സംയുക്ത പരിശോധന കേന്ദ്ര റെയിൽവേ മന്ത്രാലയവും അതുപോലെ തന്നെ കേരയിൽ അതോറിറ്റിയും തമ്മിൽ, ഡെവലപ്മെന്റ് കോർപ്പറേഷനും തമ്മിൽ നടത്തുകയും ഒക്കെ ചെയ്തു. അപ്പൊ ഏകദേശം അതിന് അനുവാദം കിട്ടും, അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെന്റ് നിശ്ചയിക്കുന്ന മാനദണ്ഡങ്ങൾ എന്താണോ നിലവിലുള്ള DPRൽ മാറ്റം വരുത്തണമെങ്കിൽ അതുപോലും തയ്യാറാകുന്ന ഒരു സാഹചര്യം എല്ലാം ഉണ്ടായി. പക്ഷേ 6.5 വർഷമായിട്ട് ആ ഫയലിൽ അടയിരിക്കുകയാണ്, ഒരു തീരുമാനവും എടുത്തിട്ടില്ല. എന്നാൽ ഇതേ പ്രപ്പോസൽ മറ്റു പല സംസ്ഥാനങ്ങളുടെയും പെട്ടെന്ന് തന്നെ കേന്ദ്രം പാസാക്കി കൊടുക്കുകയും 12 സംസ്ഥാനങ്ങളെ കൂട്ടിയോജിപ്പിക്കുന്ന നിരവധി പദ്ധതികൾ നമ്മുടെ രാജ്യത്തുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ പ്രപ്പോസലിന് അനുവാദം കിട്ടുന്നത് വേണ്ടി, DPRന് അനുവാദം കിട്ടുന്നത് വേണ്ടി ഇനി കാത്തിരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് നമുക്കിപ്പോ പേര് എന്തായാലും
ടെക്നോളജി എന്തായാലും ഒരു വേഗതയിൽ എത്തിച്ചേരാനുള്ള ഒരു മാർഗമാണ് വേണ്ടത്. ഇപ്പൊ വിഴിഞ്ഞം പദ്ധതി 17 വർഷം മുമ്പ് പൂർത്തീകരിക്കുന്നു. 2045 പൂർത്തീകരിക്കാൻ ഉദ്ദേശിച്ചത് 2028 പൂർത്തീകരിക്കുന്നത് പോലെ നമുക്ക് വളരെ വേഗതയിൽ തന്നെ അതിവേഗതയിലുള്ള ഒരു പണി തുടങ്ങലും പൂർത്തീകരിക്കലുമാണ് വേണ്ടത്. ഈ പദ്ധതി പറയുന്നത് അതിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ വളരെ വേഗത്തിൽ ട്രെയിനുകൾ ഓടിക്കാൻ കഴിയില്ല. ഈ RRTS എന്ന് തന്നെ റീജിയണൽ ട്രാൻസിറ്റ് ആണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നഗരങ്ങളെ അതിന്റെ പ്രാന്തപ്രദേശങ്ങളുമായി കണക്ട് ചെയ്യുന്നതാണ്. ഡൽഹിയിലും അതാണ്. ഡൽഹിയിൽ UP മീററ്റ് അതുപോലെയുള്ള പ്രാന്തപ്രദേശങ്ങളിലേക്ക് കണക്ട് ചെയ്തുകൊണ്ടുള്ളതാണ് RRTS. അപ്പോൾ RRTSന് ഇവിടെ അത് പ്രായോഗികമല്ല എന്നാണ് ഈ ശ്രീധരന്റെ വാദം. അതിനൊട്ട് അനുമതി കിട്ടാനും പോകുന്നില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അല്ല, അദ്ദേഹത്തിന്റെ അഭിപ്രായം പറയാൻ എല്ലാ അധികാരമുണ്ട്. ഈ മേഖലയിൽ അത്യാവശ്യം എക്സ്പെർട്ട് ആയിട്ടുള്ള വ്യക്തിയുമാണ്, അദ്ദേഹത്തെ ബഹുമാനിക്കുന്നു. എന്നാൽ മിനിസ്ട്രി ഓഫ് ഹൗസിംഗ് ആൻഡ് അർബൻ അഫയേഴ്സിന്റെ മിനിസ്റ്റർ തന്നെ കേരളത്തിൽ വന്നപ്പോൾ നിങ്ങൾ പ്രപ്പോസൽ തരൂ, അത് പരിഗണിക്കാമെന്ന് പറയുന്നു. മുഖ്യമന്ത്രി ഡൽഹിയിൽ പോയി മന്ത്രിമാരുമായിട്ട് ചർച്ച നടത്തുമ്പോഴും ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ച മുന്നോട്ട് പോവുകയാണ്. അങ്ങ് സൂചിപ്പിച്ചതുപോലെ ഡൽഹി മീററ്റ് 2 നഗരങ്ങളാണെങ്കിലും ഈ നഗരങ്ങൾക്കിടയിൽ നിരവധി ഗ്രാമങ്ങളുണ്ട്. ഇപ്പൊ നമ്മുടെ തിരുവനന്തപുരം ഒരു നഗരമാണ്, കൊല്ലം ഒരു നഗരമാണ്. തിരുവനന്തപുരം കൊല്ലം വഴി ആലപ്പുഴയ്ക്ക് വരുമ്പോൾ അതിനിടയിൽ നഗരവും ഗ്രാമങ്ങളും നിരവധിയുണ്ട്. ഇപ്പൊ നമ്മുടെ 14 ജില്ലയിൽ 2 ജില്ല ഇടുക്കി വയനാട് ഒഴിവാക്കിയാൽ ബാക്കി 12 ജില്ലയിലെ പ്രധാനപ്പെട്ട നഗരങ്ങളും നിരവധി ഗ്രാമങ്ങളും കണക്ട് ചെയ്യുന്ന തരത്തിൽ തന്നെയാണ് ഈ പദ്ധതി നമുക്ക് നടപ്പാക്കാൻ കഴിയുക. ഇതൊരു പുതിയ ആശയമാണ്, ഒരു പ്രപ്പോസലാണ്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തത്വത്തിൽ അംഗീകാരം കൊടുത്ത് പഠനവും അതിൻ്റെതായിട്ടുള്ള പ്രാഥമികമായിട്ടുള്ള മറ്റ് നിയമ നടപടിക്രമങ്ങളെല്ലാം നടത്തുകയാണ്. കേന്ദ്ര ഗവൺമെന്റ് അതിവേഗത്തിൽ എത്തണം. ഇപ്പോഴുള്ള ഈ 13, 14, 15 മണിക്കൂറൊക്കെ ചുരുങ്ങി ഒരു 4-5 മണിക്കൂറിൽ എത്തണം എന്നതാണല്ലോ നമ്മുടെ ആവശ്യം. അതിനിപ്പോൾ ഓൾറെഡി അതിവേഗ പാതയിൽ ഒരു DPR തയ്യാറാക്കുന്നതിലേക്ക് ഈ ശ്രീധരൻ കടക്കുന്നതിന് DMRCയെ ചുമതലപ്പെടുത്തിയിരിക്കുകയാണ്. അതിന്റെ ഓഫീസ് തുറന്ന ഈ ഫെബ്രുവരി 2 മുതൽ അതിന്റെ നടപടികളിലേക്ക് കടക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തിനാണ് ഈ ഒരേ ആവശ്യത്തിനായി 2 DPR കടക്കുന്നത്? അതാണ് ആവശ്യ ചെലവല്ലേ ശ്രീ അരുൺകുമാർ? അല്ല, ഒന്നുകിൽ കേന്ദ്ര ഗവൺമെന്റ് അദ്ദേഹത്തെ ചുമതലപ്പെടുത്തണം, അല്ലെങ്കിൽ കേന്ദ്ര റെയിൽവേ മന്ത്രാലയം അദ്ദേഹത്തെ ചുമതലപ്പെടുത്തണം, അല്ലെങ്കിൽ സംസ്ഥാന ഗവൺമെന്റ് ഞങ്ങൾക്ക് വേണ്ടി ഇത്തരത്തിലൊരു പ്രപ്പോസൽ തയ്യാറാക്കണം, അതിന് വേണ്ടിയിട്ടുള്ള പ്രാഥമിക നടപടിക്രമങ്ങൾ നടത്താൻ പറയണം. ഇത് ഏതെങ്കിലും കേന്ദ്ര ഗവൺമെന്റോ റെയിൽവേ മന്ത്രാലയമോ അല്ലെങ്കിൽ ഈ പറഞ്ഞ മിനിസ്ട്രി ഓഫ് ഹൗസിംഗ് ആൻഡ് അർബൻ അഫയേഴ്സോ സംസ്ഥാന ഗവൺമെന്റോ അദ്ദേഹത്തെ ചുമതലപ്പെടുത്തിയതായിട്ട് നമുക്കറിയില്ല. അദ്ദേഹവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം ആ മേഖലയിലുള്ള ആളാണ്. പല ആഗ്രഹങ്ങളും ഉണ്ടാകാം, അഭിപ്രായങ്ങളും ഉണ്ടാകാം. പക്ഷേ സംസ്ഥാന ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഗവൺമെന്റിന് നിയമപരമായിട്ടല്ലേ പോകാൻ കഴിയൂ. ഇപ്പൊ അഫയേഴ്സ് മിനിസ്ട്രി ഓഫ് ഹൗസിംഗ് ആൻഡ് അർബൻ അഫയേഴ്സിന്റെ മിനിസ്റ്റർ പറയുകയാണ്, നിങ്ങൾ ഒരു പ്രപ്പോസൽ തരൂ, ഞങ്ങൾ കേന്ദ്രം പരിഗണിക്കാം. കാരണം ഇത് രണ്ടും റെയിൽവേ മന്ത്രാലയമല്ല. ഈ അതോറിറ്റിയെ സംബന്ധിച്ചിടത്തോളം ഒറ്റ പ്രോജക്റ്റേ രാജ്യത്തുള്ളൂ, അത് ഡൽഹി മീററ്റാണ്. അതേപോലുള്ള ഒരു പ്രോജക്റ്റ് ഞങ്ങൾ അനുവാദം തരാം. സാധാരണ അതിന്റെ സാമ്പത്തികമായിട്ടുള്ള സാഹചര്യങ്ങളെല്ലാം 20% കേന്ദ്രം, 20% സംസ്ഥാനം, ബാക്കി 60% വായ്പകൾ കണ്ടെത്തുന്നു എന്ന രൂപത്തിൽ തന്നെയാണ്. അപ്പൊ അത്തരത്തിലൊരു പ്രപ്പോസൽ നിങ്ങൾ താട്ടെ, ഞങ്ങൾ പരിഗണിക്കാം എന്ന് പറയുമ്പോൾ സംസ്ഥാന ഗവൺമെന്റ് അതിനല്ലേ പ്രാധാന്യം കൊടുക്കുന്നത്. അതുകൊണ്ട് ഒരേ ആവശ്യത്തിന് 2 പ്രോജക്റ്റോ അല്ലെങ്കിൽ 2 DPR ഉണ്ട് എന്ന് പറയുന്നതിനോട് നമുക്ക് യോജിക്കാൻ കഴിയുന്നില്ല. ഏതായാലും ഇത് ഗവൺമെന്റ് മുന്നോട്ട് വെച്ചിരിക്കുന്ന പദ്ധതി മന്ത്രിസഭ തത്വത്തിൽ അംഗീകാരം കൊടുത്തു, ബഡ്ജറ്റിൽ തന്നെ പണം നീക്കിവെച്ച് മുന്നോട്ട് പോകുന്നു. നമുക്കിപ്പോ പേരെന്തായാലും സാങ്കേതിക വിദ്യ എന്തായാലും ഇത് ഒരു ഭാവി വികസനം എന്ന രൂപത്തിൽ നമ്മുടെ വരും തലമുറയ്ക്ക് വേണ്ടിയിട്ടുള്ള വികസനമാണ്. ഒറ്റ കാര്യം കൂടി ഞാൻ അവസാനിപ്പിക്കാം. ഏതായാലും 4 സ്ട്രക്ചറായിട്ട് ഇതിന്റെ പണി പൂർത്തീകരിക്കണം, 4 ഫ്രൈസ് ആയിട്ട് പൂർത്തീകരിക്കണം എന്നാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതിനിടയിൽ തന്നെ കൊച്ചി മെട്രോയുടെ എക്സ്റ്റൻഷൻ, അതുപോലെ തിരുവനന്തപുരം മെട്രോ, കോഴിക്കോട് മെട്രോ, ഇതിന്റെയും പണി കോഴിക്കോടും തിരുവനന്തപുരം പണി പൂർത്തീകരിക്കപ്പെടും. ഇതുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് പോകുന്നത്. ഏതായാലും കേരളത്തിന്റെ ഒരു വികസന രംഗത്ത് വൻ കുതിപ്പുണ്ടാക്കുന്ന തരത്തിലുള്ള നിർദ്ദേശമാണ്. അതുപോലെ തന്നെ കാസർഗോഡ് നിന്ന് മംഗലാപുരത്തേക്കും പാലക്കാട് നിന്ന് കോയമ്പത്തൂർക്കും എല്ലാം എക്സ്റ്റെൻഡ് ചെയ്ത് മറ്റ് സംസ്ഥാനങ്ങളുമായിട്ട് കണക്ട് ചെയ്യാൻ പാകത്തിനുള്ള ഒരു അർത്ഥ അതിവേഗ പാതയായിട്ടാണ് വരിക. കാരണം 250 കിലോമീറ്ററിൽ താഴെയാണ് മണിക്കൂറിലുള്ള വേഗത എന്നതുകൊണ്ട് അതൊരു അതിവേഗ പാത എന്ന രൂപത്തിൽ നമുക്ക് ഗ്ലോബൽ അഫയേഴ്സ് വീതം കണക്ക് കൂട്ടാൻ കഴിയില്ല. ഏതായാലും ഒരു പുതിയ ആശയമാണ്. എല്ലാവരും അഭിപ്രായം പറയട്ടെ, ചർച്ച നടത്തട്ടെ. എന്താണ് ഇപ്പൊ ഇത് യോജിച്ചതല്ല എന്ന് പറയുമ്പോൾ അതിന്റെ കാരണങ്ങൾ പറയട്ടെ. അതുപോലെ തന്നെ മിനിസ്ട്രി ഓഫ് അഫയേഴ്സ്, അർബൻ അഫയേഴ്സ് അഭിപ്രായം പറയട്ടെ. ഏതായാലും നല്ലൊരു പ്രപ്പോസൽ എന്ന രൂപത്തിൽ മുന്നോട്ട് പോകണം എന്ന് തന്നെയാണ് ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നത്. എന്തായാലും സർക്കാരിന് ഈ RRTSുമായിട്ട് മുന്നോട്ട് പോകൂ എന്ന ഒരു കടുംപിടുത്തമൊന്നുമില്ല, വിട്ടുവീഴ്ചയുണ്ടാകും. അതിനിപ്പോൾ അനുമതി കിട്ടുന്നത് അതിവേഗ പാതയ്ക്കാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ശ്രീധരൻ വിഭാവനം ചെയ്യുന്ന അതിവേഗ പാതയ്ക്കാണെങ്കിൽ അതുമായി മുന്നോട്ട് പോകാമെന്നാണോ? കേന്ദ്ര ഗവൺമെന്റ് ആണല്ലോ ഇതിൽ അനുവാദം തരേണ്ടത്. ഇപ്പൊ 6.5 വർഷം നമുക്ക് നഷ്ടപ്പെട്ടു.
അന്ന് 63,000 കോടി രൂപയ്ക്ക് പണി പൂർത്തീകരിക്കാനാണ് ഉദ്ദേശിച്ചത്. ഇപ്പോൾ നമുക്കറിയാം ഓരോ ദിവസവും നമ്മുടെ സാധന സാമഗ്രികളുടെ വിലയിലും തൊഴിൽ കൂലിയിലും എല്ലാം വരുന്ന വ്യത്യാസം നമുക്കറിയാം. ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം കേന്ദ്ര ഗവൺമെന്റ് അംഗീകാരം തരുന്ന പദ്ധതി, ആ പദ്ധതി ഈ കേരളത്തിന്റെ ജനസാന്ദ്രതയും അതുപോലെ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള പ്രത്യേകതയും അതുപോലെ കേരളത്തിന്റെ ഒരു പ്രത്യേക സാഹചര്യം, ആ സാഹചര്യത്തിന് അനുയോജ്യമാകുന്ന തരത്തിൽ വരും. അത് ഏതാണ് വരുന്നത് എന്ന് നോക്കി തീരുമാനമെടുത്ത് തന്നെ മുന്നോട്ട് പോകും. ഗവൺമെന്റിന്റെ മുന്നിൽ ഇപ്പോൾ ഈ ശ്രീധരൻ കൊടുത്ത ഒരു പ്രപ്പോസൽ ഇപ്പോൾ ഇല്ല, നിലവിലില്ല. ശരി ശരി പി ആർ അനൂപ്, നോക്കൂ, പ്രതിപക്ഷം എന്തൊക്കെ വികസന പദ്ധതികൾ സർക്കാർ ഇനി മുന്നോട്ട് വെച്ചാൽ അതിനെയൊക്കെ എതിർക്കുകയാണ് എന്നാണ് വ്യവസായ മന്ത്രി പി രാജുവും ഒപ്പം മുഖ്യമന്ത്രിയും ഒക്കെ വിമർശിച്ചുകൊണ്ടേയിരിക്കുന്നത്. ഇപ്പോഴിതാ സർക്കാർ RRTS വിഭാവനം ചെയ്തു, അതിനെയും പ്രതിപക്ഷം എതിർക്കുകയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ഒരു സീഡിംഗ് മാത്രമേ നടന്നിട്ടുള്ളൂ, പക്ഷേ അപ്പോഴേ നിങ്ങൾ എതിർക്കുകയാണ്. ഈ RRTSന്റെ കാര്യത്തിൽ ഒരു പ്രതിപക്ഷത്തിന്റെ ഒരു നിലപാട്, അതിനെ ഇനി അങ്ങോട്ടായാലും ആ പദ്ധതിയുമായി മുന്നോട്ട് വന്നാലും അതിനെയൊക്കെ എതിർക്കാമെന്നാണോ, ഈ ശ്രീധരൻ വിഭാവനം ചെയ്യുന്ന അതിവേഗ പാതയുമായി മുന്നോട്ട് പോകാമെന്നാണോ? എന്താണ് നിങ്ങളുടെ ഈ വിഷയത്തിലുള്ള നിലപാട്? നോക്കൂ, ഈ 5 വർഷത്തിൻ്റെ അവസാനം തിരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ നിൽക്കുമ്പോൾ ഇത്തരം പ്രൊജക്റ്റുമായി ആര് വന്നാലും, അത് പിണറായി വിജയൻ ഗവൺമെൻറ് ആയാലും ശ്രീധരനായാലും, ആളുകൾ അതിനെ സംശയിക്കുന്നതിന് എങ്ങനെയാണ് കുറ്റം പറയാൻ കഴിയുക? ഇപ്പോൾ ഈ കേരളയിലുമായി ബന്ധപ്പെട്ട് അത് അപ്രായോഗികമാണ് എന്ന് ചൂണ്ടിക്കാണിച്ച ആളുകളല്ലേ ഞങ്ങൾ. പക്ഷേ അത്തരം അപ്രായോഗികതകൾ ചൂണ്ടിക്കാണിച്ചപ്പോൾ ആളുകളുടെ വീടിനകത്തേക്ക് പോലും കടന്നു കയറുകയും അവരെ പോലീസിന് ഉപയോഗിച്ച് ബലപ്രയോഗത്തിലൂടെ കീഴ്പ്പെടുത്തുകയും ചെയ്യുന്ന സാഹചര്യത്തിന് കേരളം സാക്ഷ്യം വഹിച്ചില്ലേ? ബലം പ്രയോഗിച്ച് മഞ്ഞക്കുറ്റി വെച്ചില്ലേ എല്ലായിടത്തും? കേരളയിൽ വരും കേട്ടോ എന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പറഞ്ഞിട്ട് എന്തായി? അവസാനം ആ കുറ്റിയും പറിച്ച് ഓടേണ്ടി വന്നില്ലേ? ഇവിടെ യഥാർത്ഥത്തിൽ എന്താ സംഭവിച്ചത്? ജനങ്ങളെല്ലായിടത്തും സമരം ചെയ്തു. ജനങ്ങൾക്ക് സ്വാഭാവികമായി ആശങ്കയുണ്ടായി. അതിനകത്ത് അപ്രായോഗികതകൾ ചൂണ്ടിക്കാണിച്ചു. ബദൽ നിർദ്ദേശങ്ങളുണ്ടായി. ആക്ടിവിസ്റ്റുകളും പൗരാവകാശ പ്രവർത്തകരും ഉൾപ്പെടെയുള്ള ആളുകൾ ഇതുമായി ബന്ധപ്പെട്ട് തെരുവിലിറങ്ങേണ്ട സാഹചര്യം ഉണ്ടായി. അന്ന് കേരളത്തിലെ ഗവൺമെൻറ് എടുത്ത സമീപനം എന്താ? കേരളത്തിലെ ഗവൺമെൻറ്, സവിശേഷമായി പറഞ്ഞാൽ CPM എന്ന രാഷ്ട്രീയ പാർട്ടി പറഞ്ഞത് ഇത്തരം സമരങ്ങളുടെ പിന്നിൽ വർഗീയ അജണ്ട ഉണ്ടെന്ന് പറഞ്ഞ ആളുകളാണ്. ജമാഅത്തെ ഇസ്ലാമിയാണ് ഇതിനെയൊക്കെ എതിർക്കുന്നതെന്ന് പറഞ്ഞ ആളുകളാണ്. ഇപ്പോൾ ജനങ്ങൾ എതിർക്കുന്നതെന്ന് സംബന്ധിക്കുന്ന തരത്തിലേക്ക് ഇവർ വന്നില്ലേ? ഇത്തരം സ്വാഭാവികമായി സമൂഹത്തിൻ്റെ വിവിധ തലങ്ങളിൽ നിന്നുള്ള ആളുകൾ, അതിൽ CPM അനുഭാവികൾ ഉൾപ്പെടെയുള്ള സമൂഹത്തിൻ്റെ ഒരു പരിച്ഛേദം തന്നെ ഇത്തരം കാര്യങ്ങളിൽ ആശങ്ക പ്രകടിപ്പിച്ചപ്പോൾ അതിനെയൊക്കെ വർഗീയമായ ഒരു നരേഷൻ കൊടുത്ത ആളുകളാണെന്ന് ഇവർ. ഇപ്പോൾ ജനമാണ് സമരം ചെയ്തതെന്ന് ഇവർ അംഗീകരിക്കുന്നുണ്ടല്ലോ. ഇവരെ സംബന്ധിച്ച് വളരെ കൃത്യമാണ്. ഇത്തരം ഈ പറയുന്ന കേരളത്തിൻ്റെ വികസനത്തെക്കുറിച്ചൊക്കെ വലിയ വായിൽ പറയുന്നുണ്ടല്ലോ. MK മുനീർ മന്ത്രിയായിരുന്ന സമയത്ത് എക്സ്പ്രസ് ഹൈവേ എന്ന പ്രൊജക്റ്റ് അവതരിപ്പിച്ചപ്പോൾ എന്താ പറഞ്ഞത്? ഒരു രാമേട്ടന് പശുവിനെ കൊണ്ടുവന്നാൽ ഒരു സ്ഥലത്ത് നിന്ന് അപ്പുറത്തെ സ്ഥലത്തേക്ക് റോഡ് കടത്തി കൊണ്ടുപോകാൻ കഴിയില്ല, ജനങ്ങളെ കേരളത്തെ രണ്ടാക്കി വിഭജിക്കുന്നു എന്ന് പറഞ്ഞ അത്ര വലിയ പ്രചരണ കോലാഹലങ്ങൾക്ക് തിരികൊളുത്തിയ ആളുകളാണ്. ഇവരെ സംബന്ധിച്ചത് ഈ വസ്തുതാപരമായ ഇത്തരം കാര്യങ്ങൾ വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ പറയുകയും അതിനകത്ത് കൃത്യമായി ഒരു കൃത്യതയില്ലാതിരിക്കുക എന്ന് പറയുന്ന വലിയൊരു പ്രശ്നമല്ല ഇതിനകത്തിരിക്കുന്നത്. ഇപ്പോൾ ഇവർ ഈ പ്രൊജക്റ്റിനകത്ത് വിഭാവന ചെയ്ത ഒന്നെന്ന് പറയുന്നത്, അപ്പത്തെക്കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല, തിരുവനന്തപുരം തൊട്ട് കാസർഗോഡ് വന്നാൽ ചുരുങ്ങിയ മണിക്കൂറുകൾക്കകം 3-4 മണിക്കൂറുകൾക്കകം കാസർഗോട്ടേക്ക് എത്തുമെന്ന് പറഞ്ഞ ഇതിനെതിരെ വിമർശനം ഉന്നയിച്ച MN കാരശ്ശേരി എന്ന് പറയുന്ന കേരളത്തിൻ്റെ ഒരു പൊതുസമൂഹത്തിൻ്റെ ശബ്ദം എന്നൊക്കെ പറയാവുന്ന MN കാരശ്ശേരിക്ക് 3 മണിക്കൂർ വേണ്ടി വന്നില്ല. 3 മിനിറ്റ് കൊണ്ട് MN കാരശ്ശേരിയെ മുഹിയുദ്ദീൻ, അദ്ദേഹത്തിൻ്റെ പഴയ പേര് വിളിച്ച് വർഗീയമായ ധ്വനിയോടുകൂടി ഇത്തരം ആരോപണങ്ങൾ, ഇത്തരം വിമർശനങ്ങൾ നേരിട്ട ആളുകളാണ്. ഒരു വളരെ കൃത്യമായൊരു പ്രശ്നം, ജനങ്ങൾക്ക് ആശങ്കയുണ്ട്. ജനങ്ങളെ സംബന്ധിച്ച് അവർ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് ഒഴിയേണ്ട സാഹചര്യം ഉണ്ടാകുന്നു. ഇതിനകത്ത് അപ്രായോഗികമായ വശങ്ങളുണ്ട്. ഒരു ഇടതുപക്ഷം എന്ന് അവകാശപ്പെടുന്ന ഗവൺമെൻറ് എന്താ ചെയ്യേണ്ടത്? ജനങ്ങളെ പരിഗണിക്കാൻ തയ്യാറാവണം, ജനങ്ങളെ കേൾക്കാൻ കഴിയണം. ഈ മറ്റു ഭാഗത്ത് നിന്ന് എക്സ്പെർട്ട് ഒപ്പീനിയൻസ് വരുന്നു, അതിനെ പരിഗണിക്കാൻ തയ്യാറാക്കണം. പക്ഷെ ഒരൊറ്റ വാക്കിലാണ് ഇതിനൊക്കെ നേരിട്ടത്. ഇത് വർഗീയമായ ശക്തികളാണ്, ഇത്തരം പ്രതിഷേധങ്ങൾക്ക് പ്രതിരോധങ്ങൾക്ക് പിറകിലാണെന്ന് പറഞ്ഞ ആളുകളാണ്. എന്നിട്ട് ഈ പറയുന്ന കേരളയിൽ വരും കേട്ടോ എന്ന് പറഞ്ഞ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് മഞ്ഞക്കുറ്റി നാട്ടിയിടങ്ങളിൽ നിന്നൊക്കെ കുറ്റിയും പറിച്ച് ഓടേണ്ടി വന്നേ. ഇപ്പോൾ 5ാം വർഷം അവസാനിക്കുമ്പോൾ ഇവരിത്തരം ഒരു പ്രൊജക്റ്റുമായി വരുമ്പോൾ ഇത് കണ്ണിൽ പൊടിയിടാനാണ് എന്ന് ആർക്കാ മനസ്സിലാവാത്തേ? ഇത്ര ദിവസങ്ങളൊന്നുമില്ലാത്ത ഒന്ന് ഇങ്ങനെ അവതരിപ്പിക്കുകയാണ്. അതിവേഗം എന്ന് പറഞ്ഞ് വേഗം പറഞ്ഞ് പ്രലോഭിപ്പിക്കുന്നതിന് പകരം ഇവരുടെ കയ്യിൽ കോൺക്രീറ്റായ ഒരു പ്രൊജക്റ്റോ ഒരു ഭാവന പോലുമോ ഒരു നല്ല ഒരു ഇമാജിനേഷൻ പോലും ഇല്ലാത്ത സർക്കാരാണെന്ന് ഇത്. ഇവരെ സംബന്ധിച്ച് ഇത്രയും വലിയ പ്രൊജക്റ്റുകൾ പ്രഖ്യാപനങ്ങൾ നടത്തുന്നു. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇവിടെ 90 രൂപയ്ക്ക് ചിക്കൻ കൊടുക്കുന്നത് എന്തായി? എല്ലാ വീടുകളിലും ലാപ്ടോപ്പ് കൊടുക്കുന്നത് എന്തായി? ഇതൊക്കെ പറഞ്ഞു പോവുകയാണെന്നേ.
കേരളത്തിലെ ശരി, അപ്പോൾ സർക്കാരിന്റെ RRTS എന്ന പദ്ധതി അത് നടക്കാൻ പോകുന്നില്ല, അത് ബജറ്റിൽ ഉറങ്ങുകയുള്ളൂ. അപ്പോൾ നടക്കാൻ സാധ്യതയുള്ളത് ഈ ശ്രീധരന്റെ അതിവേഗ പാതയാണ് എന്ന് കരുതുന്നുണ്ടോ? സംശയമേ, മുൻ അനുഭവങ്ങൾ നമ്മുടെ മുന്നിൽ ഒരു സംശയവും ഇല്ലാന്നേ. ഇതിനകത്ത് ശരി, അപ്പോൾ അതിവേഗ പാതയോ ഇപ്പോൾ ഈ ശ്രീധരൻ വിഭാവനം ചെയ്യുന്ന അദ്ദേഹത്തിന്റെ മേൽനോട്ടത്തിൽ DPR തയ്യാറാക്കുന്നതിലേക്ക് കടക്കുകയാണ് അദ്ദേഹം. അപ്പോൾ അതിനെക്കുറിച്ച് എന്താണ് അഭിപ്രായം? അല്ല, ഞാൻ പറഞ്ഞില്ലേ ഈ 5 വർഷം അവസാനിക്കാൻ നിൽക്കുമ്പോൾ ഇത്തരമൊരു പ്രൊജക്റ്റുമായി ഇപ്പോഴൊക്കെ വരുന്ന അത്തരം പ്രഖ്യാപനങ്ങളെ നമ്മളത് അർഹിക്കുന്ന ഈ പറയുന്ന ഗൗരവത്തോടെ കാണാൻ കഴിയൂ. ഇതിനകത്ത് കൃത്യമായൊരു കൃത്യതയില്ലാതെ കേരളത്തിൽ ഇത് വരാൻ പോകുന്നു, പുലി വരുന്നു എന്ന് പറയുന്ന പോലെ വരാൻ പോകുന്നു എന്ന് പറയുന്നതിനപ്പുറം ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോഴൊക്കെ നമ്മളൊക്കെ കഴിക്കുന്നത് 90 രൂപയുടെ ചിക്കനാണല്ലോ. നമ്മളുടെ വീട്ടിൽ നിങ്ങൾക്ക് ഉപയോഗിക്കുന്നത് കേരളത്തിലെ എല്ലാ വീടുകളിലും ഗവൺമെൻറ് എത്തിച്ച ലാപ്ടോപ്പാണല്ലോ. പ്രഖ്യാപനം നടത്തുന്നതിൻ്റെ കാര്യത്തിൽ അത് നടപ്പിലാകാൻ സാധ്യതയുള്ള ഒന്നാണോ എന്ന് ചിന്തിക്കാതെ ഒരു മനസാക്ഷിയും ഇല്ലാതെ പറയുന്ന ആളുകളാണെന്ന് പറഞ്ഞു. ഇപ്പോൾ ഈ പറയുന്ന ആളുകൾക്ക് ഇത് പറയാൻ എന്താ പാട്? വളരെ കൃത്യമായി പറഞ്ഞു പോവാണ്. അന്ന് കേരയിൽ എന്ന് പറയുന്ന കേരളത്തിലെ CPM ഇതാ ഞങ്ങളുടെ ബ്രെയിൻ ബേബി എന്ന് പറഞ്ഞു കൊണ്ടുവന്നൊരു പ്രൊജക്റ്റിനെ കുറിച്ച്, അതിന്റെ അപ്രായോഗികമായ വശങ്ങളെ കുറിച്ച് ശരി, ആയിക്കോട്ടെ, കേരളയിൽ അപ്രായോഗികമാണ് എന്ന് നമുക്ക് വ്യക്തമായി കഴിഞ്ഞിരിക്കുകയാണ്. അത് സർക്കാർ സമ്മതിക്കുകയും ചെയ്യുന്നുണ്ട്. കാരണം അതിന് കേന്ദ്ര അനുമതി അത്യാവശ്യമാണ്, കേന്ദ്ര സഹായം അത്യാവശ്യമാണ്. അത് നടപ്പാകില്ല എന്ന് ഏറെക്കുറെ ഉറപ്പായിരിക്കുന്നു. ഇപ്പോൾ ഈ 2 പദ്ധതികളിൽ ഒന്ന് RRTS ആണ്, അത് സർക്കാർ ബജറ്റിൽ ഉൾപ്പെടുത്തിയതാണ്. അതിന് 100 കോടി പ്രാരംഭ പ്രവർത്തനങ്ങൾക്കായി മാറ്റിവെക്കുകയും ചെയ്തിട്ടുണ്ട്. മറ്റൊന്നുള്ളത് ഞാൻ പറഞ്ഞതുപോലെ അതിവേഗ പാതയാണ്. അതിലാണ് ഇപ്പോൾ DPR നടപ്പാക്കുന്നതിലേക്ക്, അല്ലെങ്കിൽ ഓഫീസ് തുറക്കുന്നതിലേക്ക്, DMRCയുടെ മേൽനോട്ടത്തിൽ DPR ഒക്കെ തയ്യാറാക്കുന്നതിലേക്ക് ഈ ശ്രീധരൻ കടക്കുന്നത്. അപ്പോൾ ഇതിൽ ഏത് പദ്ധതിയുമായി മുന്നോട്ട് പോകാം, ഏതാണ് കേരളത്തിന് ഉചിതം എന്നാണ് കോൺഗ്രസ് കരുതുന്നത്? അല്ല, കോൺഗ്രസിനെ സംബന്ധിച്ച് ഞാൻ വളരെ നിങ്ങൾ 2 പദ്ധതി ചൂണ്ടിക്കാണിച്ചതിൽ ഏതെന്ന് പറഞ്ഞാൽ ഇതിന്റെ കാര്യത്തിൽ തിരഞ്ഞെടുക്കേണ്ട ഉത്തരവാദിത്വം ഞങ്ങൾക്കുണ്ടോ? ഞങ്ങൾ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ ഇപ്പോൾ ഇവർ പറയുന്നു കേരളയിൽ അപ്രായോഗികമാണ് എന്ന് ഞങ്ങൾ സമ്മതിക്കുന്നു. കേന്ദ്ര ഗവൺമെന്റിന്റെ അനുമതി കിട്ടിയിട്ടില്ല എന്ന് പറയുന്നു. അന്നേ ഞങ്ങൾ പറഞ്ഞതാണെന്നേ അപ്രായോഗികമാണെന്ന്. ഇപ്പോൾ ഇതിന് 100 കോടി വിലയിരുത്തി എന്ന് പറയുമ്പോൾ സർവേ പരിഹരിക്കാൻ അതിവേഗ പാത അത്യാവശ്യമല്ലേ? അല്ല, ഈ അതിവേഗ പാതയ്ക്ക് ആദ്യം തുരങ്കം വെച്ചത് ആരാ? ഞാൻ തുടക്കത്തിൽ പറഞ്ഞില്ലേ, MK മുനീർ കേരളത്തിന്റെ പൊതുമരാമത്ത് മന്ത്രിയായിരിക്കുമ്പോൾ എക്സ്പ്രസ് ഹൈവേ എന്ന് പറയുന്ന ഒരു നൂതന ആശയവുമായി മുന്നോട്ട് വന്നപ്പോൾ കേരളത്തിന്റെ തെരുവുകളിൽ മുഴുവൻ മുഴങ്ങിയ മുദ്രാവാക്യം എന്താ? കേരളത്തെ നെടുകെ പിളർക്കുന്ന പാത. കേരളത്തിന്റെ ഒരു ഗ്രാമത്തിൽ പശുവിനെ കെട്ടാൻ പോകുന്ന ഒരു മനുഷ്യന് അപ്പുറത്തേക്ക് കിടക്കണമെങ്കിൽ നടക്കില്ല. നിങ്ങളുടെ മനുഷ്യ ബന്ധങ്ങളെ തകർക്കുന്ന മതിൽ, നിങ്ങളുടെ ഈ പറയുന്ന സ്വകാര്യ വ്യക്തികൾ തമ്മിലുള്ള എല്ലാ ഇടപെടലുകളെയും നിരോധിക്കുന്ന ഒന്ന്. പശുവിനെ കൊണ്ടുപോകാൻ കഴിയില്ല, സ്കൂളിൽ പോകാൻ കഴിയില്ല, നിങ്ങളുടെ പുരയിടത്തിൽ നിന്ന് പറമ്പിലേക്ക് പോകാൻ കഴിയില്ല. ഇത്തരം പ്രചരണങ്ങൾ നിരന്തരം ഉന്നയിച്ചുകൊണ്ട് കേരളത്തിന്റെ വികസനത്തെ എല്ലാ കാലത്തെയും പോയി പിന്നോട്ട് വലിച്ച ആളുകളാവര്. എന്നിട്ട് ഇത്തരം കാര്യങ്ങളിൽ ഞങ്ങൾ ചില ആശങ്കകൾ ഉന്നയിക്കുമ്പോൾ ഇപ്പൊ നിങ്ങൾ പറഞ്ഞു ഇതിനകത്ത് ഈ 100 കോടി വകയിരുത്തിയെന്ന്. ഇതേ കേരളത്തിലെ കാര്യത്തിൽ പാഴാക്കപ്പെട്ട കോടികൾക്ക് ആരും മറുപടി പറയും? അതിന്റെ സർവേ, അതിന്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾ, മഞ്ഞക്കുറ്റി നാട്ടൽ, ആഘോഷ പരിപാടികൾ, അതിനൊക്കെ പാഴായി പോയ 100 കോടി ആർക്ക് വേണ്ടി കൊടുത്തത്? ഇതിനകത്ത് ആരെ സംരക്ഷിക്കാനാ, ആരെ സഹായിക്കാനാ? ഈ ശ്രീധരൻ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് രംഗത്തെത്തിയപ്പോൾ പ്രതിപക്ഷത്ത് നീ എതിർപ്പ് കണ്ടില്ലല്ലോ. ഇതേ ആശങ്കകൾ അവിടെയുമില്ലേ? അല്ല, ഈ ശ്രീധരൻ അത് പറയുക എന്ന ഞാൻ അതിലേക്ക് വരാന്നേ. ഈ ശ്രീധരൻ അത് പറയുക എന്നല്ലാതെ അതിനിപ്പോഴും കേന്ദ്ര സർക്കാർ ഓൺ ചെയ്തിട്ടില്ല. ആരെങ്കിലും ഒരു പദ്ധതിയുമായി രംഗപ്രവേശനം ചെയ്യുമ്പോഴേക്കും ഞങ്ങൾ ഇതിനെ എതിർക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്കോ എനിക്കൊരു പദ്ധതി പ്രഖ്യാപിച്ചുകൂടെ? എന്ത് ഒഫീഷ്യൽ കപ്പാസിറ്റിയിലാണ് അദ്ദേഹം പ്രഖ്യാപിച്ചതെന്ന് വ്യക്തമാക്കേണ്ടത് അദ്ദേഹമല്ലേ? അതിന് കേന്ദ്ര സർക്കാരിന്റെ അംഗീകാരം കിട്ടാത്തിടത്തോളം കാലം ഞങ്ങൾ അതിനെക്കുറിച്ച് എന്തിനു സംസാരിക്കണം? ഞങ്ങളെ സംബന്ധിച്ച് സംസ്ഥാന ഗവൺമെന്റ് ഒരു പ്രൊജക്റ്റുമായി മുന്നോട്ട് വരുമ്പോൾ അത് അപ്രായോഗികമാണ് എന്ന് പറയുന്നത് പോലെയാണോ ഈ ശ്രീധരൻ നാളെ നിങ്ങൾ ഇവിടെ ഇരുന്ന് നിങ്ങൾക്ക് ഇത്ര ഒരു ആശയമുണ്ട്, അത്രയ്ക്കുള്ള ആധികാരികത അതിനുള്ളോ? നിങ്ങൾ പറയാണ് ഞാൻ ഇവിടെ നിന്ന് തിരുവനന്തപുരം തൊട്ട് കാസർഗോഡ് വരെ നിങ്ങളത് ഒരു പ്രൊജക്റ്റ് അവതരിപ്പിക്കുന്നത് പോലെ അതിൻ്റെ ഒഫീഷ്യൽ കപ്പാസിറ്റിയെക്കുറിച്ച് എന്തിൻ്റെ പേരിൽ എങ്ങനെ അദ്ദേഹം അവതരിപ്പിക്കുന്നു പറയുന്നതിനേക്കാൾ മുമ്പ് അതിനെ എതിർക്കേണ്ട എന്ത് കാര്യമാണ് ഞങ്ങൾക്കുള്ളത്? സംസ്ഥാന ഗവൺമെൻറ് അതുപോലെയാണോ?
ഈ ശ്രീധരനെ പോലെയാണ് സംസ്ഥാന ഗവൺമെന്റ് എന്ന് പറയുന്നത്. സംസ്ഥാന ഗവൺമെന്റ് ഇത്തരം ഒരു പദ്ധതിയുമായി രംഗത്ത് വരുമെന്ന് പറയുമ്പോൾ മുൻ അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ, മുൻപ് നടന്ന തീവട്ടിക്കൊള്ളകളുടെ പശ്ചാത്തലത്തിൽ, മുൻപ് ഇവർ ചെയ്ത ജനവിരുദ്ധമായ നടപടികളുടെ പശ്ചാത്തലത്തിൽ ഞങ്ങൾ അതിനെ എതിർക്കുന്നു. വളരെ കൃത്യമല്ലേ, വളരെ വ്യക്തമല്ലേ? ഇങ്ങനെ ഒരു പദ്ധതിയുമായി രംഗത്തെത്തുമ്പോൾ അതിന് ബജറ്റിൽ ഉൾപ്പെടെ 100 കോടി മാറ്റിവെക്കുമ്പോൾ, അതിന് മന്ത്രിസഭാ യോഗം തത്വത്തിൽ അംഗീകാരം നൽകുമ്പോൾ അതിൽ ഒരു പ്രാരംഭ പഠനം നടത്തേണ്ടതുണ്ടല്ലോ. അത് നടത്തി കഴിഞ്ഞിട്ടുണ്ടോ സർക്കാർ? എവിടെയെങ്കിലും ഒന്ന് ഉറച്ചു നിൽക്കാൻ പറ. ഒറ്റ മിനിറ്റ്. ആദ്യം തന്നെ ആ കോൺഗ്രസ് പ്രതിനിധിയോടെ എവിടെയെങ്കിലും ഒന്ന് ഉറച്ചു നിൽക്കാൻ പറ. ഈ ചർച്ച ചിക്കൻ കഴിക്കുന്ന കാര്യമല്ലല്ലോ. ഈ കേരളത്തിന്റെ ഭാവി തലമുറയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു അതിവേഗ പാത, അർത്ഥ അതിവേഗ പാതയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു മഹാമുന്നേറ്റത്തെ കുറിച്ചുള്ള ചർച്ചയാണ്. അങ്ങ് ചോദിച്ചു, നിങ്ങൾ ഈ ശ്രീധരന്റെ അതിവേഗ പാതയ്ക്കൊപ്പമാണോ അതോ ഗവൺമെന്റ് ഇപ്പോ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന RRDSന്റെ ഒപ്പമാണോ എന്ന് വളരെ സ്ഫുടമായി സ്പെസിഫിക് ആയിട്ട് ആങ്കർ എന്ന രൂപത്തിൽ താങ്കൾ ചോദിച്ചു. മറുപടി പറഞ്ഞോ കോൺഗ്രസ് നേതാവ്? എന്നാൽ ഒരു കാര്യം ചോദിക്കട്ടെ, ശ്രീ കെ സുധാകരൻ പറഞ്ഞല്ലോ ഈ പദ്ധതി ഗവൺമെന്റ് മന്ത്രിസഭാ അംഗീകാരം കിട്ടുന്ന, അല്ലെങ്കിൽ ഏറ്റവും ആദ്യം ഈ ശ്രീധരന്റെ ആശയം വന്നപ്പോ ഇതൊന്നും അതിവേഗ പാതയൊന്നും ഞങ്ങൾ കേരളത്തിൽ സമ്മതിക്കില്ല, ഞങ്ങൾ സമരം ചെയ്യുമെന്ന് മുൻ KPCCയുടെ പ്രസിഡന്റ് പറഞ്ഞു. പിറ്റേ ദിവസം VD സതീശൻ പറഞ്ഞു അതിവേഗ പാതയ്ക്ക് ഞങ്ങൾ എതിരില്ല, അതിവേഗ പാത ആകാം. നിങ്ങൾ VD സതീശനൊപ്പമാണോ അതോ കെ സുധാകരന്റെ ഒപ്പമാണോ? ഒന്ന് പറയാമോ ഈ ചർച്ചയിൽ? എന്ത് നിങ്ങൾ ഇപ്പോഴും പറയുന്നത് പഴയത് അങ്ങനെയല്ലേ, പഴയത് ഇങ്ങനെയല്ലേ, അന്ന് അങ്ങനെ ചെയ്തില്ലേ, ഇങ്ങനെ ചെയ്തില്ലേ? ഒറ്റ ചോദ്യമേ ഉള്ളൂ, ഇത്രയും വേഗതയിലുള്ള അതിവേഗ പാത ഈ കേരളത്തിന് വേണമോ വേണ്ടയോ എന്ന് പറയണം. ഞാൻ പറയട്ടെ, എന്റെ സമയം പറയട്ടെ, താങ്കൾ ക്ഷമിക്ക്. ഇത് 14 സംസ്ഥാനങ്ങളെ കൂട്ടിയോജിപ്പിക്കുന്ന നിരവധി പദ്ധതികൾ ഈ രാജ്യത്ത് നടക്കുമ്പോ എന്തുകൊണ്ട് കേരളത്തിന് മാത്രം പാടില്ല എന്ന് പറയുന്നത് എന്തുകൊണ്ട്? ഈ ശ്രീധരന്റെ പദ്ധതി വരുമ്പോ അതിവേഗ പാതയാകാം, ഗവൺമെന്റിന്റെ പദ്ധതി മുന്നോട്ട് വെക്കുമ്പോൾ ഇത് ഞങ്ങൾ എതിർക്കും. ഇത് തന്നെയാണ് തുരങ്കപാതയുടെ കാര്യത്തിൽ നിങ്ങൾ പറഞ്ഞത്. തുരങ്കപാത ഞങ്ങൾ അനുവദിക്കില്ലെന്ന് പറഞ്ഞത് ഇതേ VD സതീശനും കെ സുധാകരനുമാണ്. വിഴിഞ്ഞം പദ്ധതി പൂർത്തീകരിച്ച് ഉദ്ഘാടനം ചെയ്യാൻ ഈ മുഖ്യമന്ത്രിക്ക് കഴിയുമെന്ന് വിചാരിക്കേണ്ടെന്ന് പറഞ്ഞത് കെ മുരളീധരനാണ്. ദേശീയപാത ഉദ്ഘാടനം ചെയ്ത മുഖ്യമന്ത്രി അതിന്റെ ക്രെഡിറ്റ് എടുക്കുമെന്ന് ഒരിക്കലും മനസ്സിൽ വിചാരിക്കേണ്ടില്ല എന്ന് പറഞ്ഞ കെ മുരളീധരനാണ്. അതുപോലെ തന്നെ ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ലൈഫ് മിഷൻ പിരിച്ചുവിടും, ഞങ്ങൾ UDF അധികാരത്തിൽ വന്നാൽ പൊതുവിദ്യാഭ്യാസ യജ്ഞം അവസാനിപ്പിക്കും, ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ കേരള ബാങ്ക് പിരിച്ചുവിടും, UDF അധികാരത്തിൽ വന്നാൽ ആദ്രം പദ്ധതി അവസാനിപ്പിക്കും. ആരാ പറഞ്ഞ്? സാക്ഷാൽ MM ഹസൻ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ തലേയാഴ്ച പത്രസമ്മേളനം നടത്തി ജനങ്ങളോട് പറഞ്ഞു. അപ്പൊ ജനങ്ങൾ പറഞ്ഞു നിങ്ങൾ അധികാരത്തിൽ വരണ്ട, ചരിത്രത്തിൽ ആദ്യമായി നിങ്ങൾ പ്രതിപക്ഷത്ത് തന്നെ ഇരുന്നോ, വേണമെങ്കിൽ ആജീവനാന്ത പ്രതിപക്ഷമായിട്ട് ഇരുന്നോളാം നിങ്ങളോട് പറഞ്ഞു. അതുകൊണ്ട് ഇടതുപക്ഷം എന്ത് കൊണ്ടുവന്നാലും എതിർക്കുക എന്ന നയം നിങ്ങൾ തുടരുന്നിടത്തോളം കാലം നിങ്ങൾ ഇപ്പോഴുള്ള സ്ഥിതിയിൽ നിന്ന് താഴേക്ക് പോകുകയുള്ളൂ. നിങ്ങൾ അന്ന് ഇത് എതിർത്തപ്പോഴോ 47 സീറ്റ് ഉണ്ടായിരുന്നു. 2021 ഞങ്ങളെ എതിർക്കുമ്പോ നേരെ അത് 42ലേക്ക് പോയി. ഇനി അത് താഴേക്ക് പോകും, അത്രേ പറയാനുള്ളൂ. ഈ രണ്ട് കാര്യത്തിൽ അങ്ങ് ക്ലാരിറ്റിയോടെ പറ, ഏത് ഈ ശ്രീധരന്റെ പദ്ധതിയാണോ RRDS ആണോ? രണ്ടും വേണ്ടെങ്കിൽ അത് പറഞ്ഞോ. കോൺഗ്രസിന്റെ അഭിപ്രായം ജനങ്ങൾ കേൾക്കട്ടെ. ശരി, ഞാൻ എന്തായാലും അനൂപിലേക്ക് വരാം. ഒരു നിമിഷം, മറ്റു അതിഥികൾ കൂടിയുണ്ട്. ശ്രീ ഞാൻ വരാം, അനൂപിലേക്ക് വരാം. തുടർച്ചയായിട്ട് 2 അവസരം കൊടുത്തു, എനിക്ക് അവസരം തരണേ. ഞാൻ അനൂപിലേക്ക് വരാം. ഇവിടെ പദ്ധതി ഏത് വേണം, കേരളത്തിന് അനുയോജ്യമായത് ഏതാണ് വലിയ രീതിയിലുള്ള തർക്കമില്ലാതെ മുന്നോട്ട് പോവുക എന്നതാണ് ചർച്ചയാകുന്നത്. ബജറ്റിൽ വരുന്നു ഒരു RRTS പദ്ധതി വരുന്നു, അതില് മറ്റൊരു വശത്ത് ഈ ശ്രീധരന്റെ നേതൃത്വത്തിലുള്ള അതിവേഗ പാതയും. ഇവിടെ എങ്ങനെയാണ് ഈ അതിവേഗ പാതയിൽ ഒരു DPR കടക്കുന്നതിലേക്ക്, അല്ലെങ്കിൽ അതിന്റെ തുടർ നടപടികളിലേക്ക് ഈ ശ്രീധരന് തനിച്ച് നടക്കാൻ കഴിയുക, അല്ലെങ്കിൽ അങ്ങനെ ഒരു നടപടിയിലേക്ക് കടക്കാൻ കഴിയുക? ഇന്നിപ്പോൾ P രാജീവ് ചോദിച്ചതുപോലെ അങ്ങനെ കേന്ദ്രം ചുമതലപ്പെടുത്തിയതായ ഒരു ഉത്തരവുണ്ടോ? അങ്ങനെ എവിടെയും ഞങ്ങൾ കണ്ടിട്ടില്ല. അപ്പോൾ എങ്ങനെയാണ് ഇങ്ങനെ ഒരു പദ്ധതിയിലേക്ക് ഈ ശ്രീധരന് കടക്കാൻ കഴിയുക എന്നൊരു ചോദ്യമുണ്ട്. ദിവ്യ, നോക്കൂ, ഇത് ഒരു വലിയ ടെക്നോളജിക്കൽ പ്രോജക്റ്റാണ്. ഇതുപോലെയുള്ള വൻ പദ്ധതികൾ, ടെക്നോളജി ഇൻവോൾവ് ആയിട്ടുള്ള വലിയ പദ്ധതികളെ പറ്റി അഭിപ്രായം ആർക്കും പറയാം. പക്ഷെ അത് ചെയ്യേണ്ടതാരാണ്, അതിനെപ്പറ്റി വിശദീകരിക്കേണ്ടതാരാണ്? അതിന്റെ പ്രൊഫഷണലുകളും അതിന്റെ എക്സ്പെർട്ടുകളും അല്ലേ? അതാണല്ലോ വേണ്ടത്. ആ എക്സ്പെർട്ടുകളുടെ ഒപ്പീനിയനാണ് ഇവിടെ ഏറ്റവും പ്രധാനം എന്നുള്ളത്. എന്തായാലും ഈ ശ്രീധരൻ എന്ന് പറയുന്ന വ്യക്തി ഇന്ന് ലോകത്തിൽ തന്നെ ജീവിച്ചിരിക്കുന്ന ഏറ്റവും മികച്ച ഒരു ടെക്നോക്രാറ്റുകളിൽ ഒരാളാണ്, റെയിൽവേ എക്സ്പെർട്ടാണ്, മികച്ച ട്രാക്ക് റെക്കോർഡുള്ള. ഇവിടെ ഇരിക്കുന്നവരിൽ വേണ്ട ഒട്ടുമിക്കവരും ജനിക്കുന്നതിന് മുമ്പ് പാമ്പൻ പാലം പുതുക്കി 45 ദിവസം കൊണ്ട് പുതുക്കി പണിഞ്ഞ ആ
പ്രോജക്ടിന് നേതൃത്വം കൊടുത്ത ആളാണ്. കൽക്കട്ട മെട്രോ, ഡൽഹി മെട്രോ, കൊങ്കൺ റെയിൽവേ, നമ്മുടെ കൊച്ചി മെട്രോ, അങ്ങനെ അദ്ദേഹത്തിന്റെ ട്രാക്ക് റെക്കോർഡ് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാവുന്നതിനപ്പുറമാണ്. അങ്ങനെയുള്ള ഒരു വ്യക്തിയുടെ ഒരു ഒപ്പീനിയൻ എന്ന് പറഞ്ഞാൽ അതിന്റെ ആധികാരികത എത്ര വലുതാണ് എന്ന് ആലോചിച്ചു. എത്ര വലുതാണ്. ഇനി ഇവിടെ ഇരിക്കുന്നവർക്ക് ആർക്കും ഈ പറഞ്ഞ പോലെ തന്നെ ഈ RRTS, ഇപ്പൊ അരുൺകുമാറിനും അല്ലെങ്കിൽ പറയുന്നത് ഈ RRTS-ഉം ഇപ്പോൾ ബഹുമാനപ്പെട്ട ശ്രീധരന്റെ പ്രപ്പോസലും തമ്മിലുള്ള വ്യത്യാസം പോലും, ബേസിക് ഡിഫറൻസ് പോലും അറിയില്ല. നോക്കൂ, ഈ RRTS എന്ന് പറഞ്ഞ രണ്ട് നഗരങ്ങൾ തമ്മിൽ, പ്രധാനപ്പെട്ട രണ്ട് നഗരങ്ങളെ തമ്മിൽ കണക്ട് ചെയ്യുന്ന, അതായത് 100-150 കിലോമീറ്റർ പരമാവധി ആ നഗരങ്ങൾ കണക്ട് ചെയ്യുന്ന ഓരോ 5-10 കിലോമീറ്റർ ഇടവിട്ട് സ്റ്റേഷനുകളുള്ള ആ രീതിയിലുള്ള പ്രപ്പോസലാണ് ഇവർ പറയുന്നത്. അതും സ്റ്റാൻഡേർഡ് ഗേജിലാണ്, ഇതും സ്റ്റാൻഡേർഡ് ഗേജാണ്. ഗേജ് മാത്രമല്ല ഇവിടുത്തെ വിഷയം എന്ന് പറയുന്നത്. അത് ഈ 600 കിലോമീറ്റർ, 450-500 കിലോമീറ്റർ നീളമുള്ള ഈ കേരളത്തിനും ഈ ആ പ്രോജക്റ്റ് പറ്റില്ല. അതാണ് അതിന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ടെക്നിക്കൽ ഡിഫറൻസ് എന്ന് പറയുന്നത്. അവിടെയാണ് ശ്രീധരന്റെ പ്രപ്പോസൽ ഇരിക്കുന്നത്. അവിടെയാണ് അതിന്റെ വ്യത്യാസം എന്ന് പറയുന്നത്. RRTS എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ത്രൂഔട്ട് പറ്റില്ല. ഈ ശ്രീധരന്റെ പ്രപ്പോസൽ എന്താണ്? ഈ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ അല്ലെങ്കിൽ കണ്ണൂർ വരെ ഓരോ 5 കിലോമീറ്ററിലും 10 കിലോമീറ്റർ സ്റ്റോപ്പ് അനുവദിച്ചുകൊണ്ടുള്ള റെയിൽവേ എന്ന് പറഞ്ഞാൽ അത് ഇതല്ല, പ്രായോഗികമാകുന്ന കാര്യമല്ല. അത് ടെക്നോളജി വേറെയാണ്, ട്രെയിൻ സെറ്റുകൾ വേറെയാണ്, അതിന്റെ സിസ്റ്റം വേറെയാണ്, കമ്മ്യൂണിക്കേഷൻ വേറെയാണ്. ശരിയായിക്കോട്ടെ. ശ്രീ ശോഭപ്രസാദ്, നോക്കൂ, ഈ ശ്രീധരന്റെ കഴിവിനെ കുറിച്ചോ അദ്ദേഹത്തിന് ഈ മേഖലയിലുള്ള പരിജ്ഞാനത്തെ കുറിച്ചോ ഒന്നും ഞങ്ങൾക്ക് ആർക്കും യാതൊരു സംശയവുമില്ല. പക്ഷെ നോക്കൂ, ഇവിടെ കേരളത്തിലാണ് ഇങ്ങനെ ഒരു പദ്ധതി വരേണ്ടത്. അതിന് സംസ്ഥാന സർക്കാരിന്റെ സഹായം വളരെ അനിവാര്യമാണ്. അത് സ്ഥലം ഏറ്റെടുപ്പിൽ ഉൾപ്പെടെ ഉണ്ട്. അപ്പോൾ സർക്കാരിനെ മുഖവിലക്കെടുക്കാതെ ഇങ്ങനെ ഒരു പദ്ധതിയുമായി മുന്നോട്ട് പോകുന്നത് ശരിയാണോ എന്ന ചോദ്യമേ ഉള്ളൂ. അല്ല, സർക്കാരിനെ മുഖവിലക്കെടുക്കുന്നത് ഇവിടെ ബഹുമാനപ്പെട്ട ശ്രീധരൻ മുഖ്യമന്ത്രിയുമായിട്ട് ചർച്ച നടത്തിയിരുന്നല്ലോ. അത് കഴിഞ്ഞ് കേന്ദ്ര റെയിൽവേ മന്ത്രിയുമായിട്ട് ചർച്ച നടത്തി. റെയിൽവേ മന്ത്രാലയത്തിൽ നിന്ന് റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവിന്റെ ഒരു ഗ്രീൻ സിഗ്നൽ കിട്ടിയതനുസരിച്ചാണ് ഇപ്പോഴത്തെ പൊന്നാനിയിൽ അതിന്റെ പ്രോജക്ട് ഓഫീസ് സ്റ്റാർട്ട് ചെയ്തു. ഇതൊന്നും സ്വന്തമായിട്ട് ഒരു വ്യക്തി ഇൻഡിവിജ്വലായിട്ട് തീരുമാനിച്ചുകൊണ്ട് ഇപ്പം നാളെ ദിവ്യ ഇവിടെ ഇരുന്ന് തിരുവനന്തപുരം ചെന്നൈ ഒരു അതിവേഗ റെയിൽവേ ഞാനൊരു ഓഫീസ് തുടങ്ങുന്നു എന്ന് പറയുന്ന മാതിരിയാണ്. അങ്ങനെയാണെന്നാണ് ഇവരൊക്കെ ധരിച്ചിരിക്കുന്നത്. അങ്ങനെയൊക്കെയാണ് ഇവർ വിചാരിച്ചിരിക്കുന്നത്. അതിന്റെ DPR-ലേക്ക് കടക്കുകയാണ്. അല്ല, അതിൽ മുഖ്യമന്ത്രി ഇന്നലെ പറഞ്ഞത് ഇങ്ങനെയൊരു പദ്ധതി കേന്ദ്രമന്ത്രിയുടെ മനസ്സിലുള്ളതായി പോലും അറിവില്ല എന്നാണ്. അല്ല, അദ്ദേഹത്തിനും P. രാജീവിനും ഒക്കെ അറിയാൻ വയ്യാത്ത ഒരുപാട് കാര്യങ്ങൾ ഈ ലോകത്തുണ്ടെന്നേ. ഇവിടെ എനിക്കും നമുക്കൊക്കെ അറിയാൻ വയ്യാത്ത ഒരുപാട്, എന്ത് ചെയ്യാൻ പറ്റും അവർക്ക് അറിയാൻ വയ്യെങ്കിൽ. അങ്ങനെ ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി അറിയാതെ ഒരു കാര്യവുമായി മുന്നോട്ട് പോകുന്നത് ശരിയാണോ എന്നതാണ് ഇവിടെയുള്ള ചോദ്യം. മുഖ്യമന്ത്രിയോട് സംസാരിച്ച കാര്യമാണല്ലോ ഇത്. മുഖ്യമന്ത്രിയോട് ചർച്ച നടത്തിയതാണല്ലോ ഇത്. മുഖ്യമന്ത്രിയോട് ചർച്ച നടത്തിയ കാര്യമാണിത്. അത് കഴിഞ്ഞ് ഇത് ഈ പ്രപ്പോസൽ വന്നു കഴിഞ്ഞ് തലേ ദിവസം ഒരു ബജറ്റിന്റെ തലേ ദിവസം ചാട്ടിപ്പിട്ടി എന്നും പറഞ്ഞുകൊണ്ട് ഇത് ആരെ കാണിക്കാനാണിത്? ഇനി ഇവരെത്ര തലകുത്തി, ഇവർക്ക് അറിയാവോ റെയിൽവേ എന്ന് പറയുന്ന സാധനം എന്താണ്? ട്രെയിനിൽ കയറി ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്തിട്ടുള്ള അല്ലാതെ റെയിൽവേ അതിന്റെ എക്സ്പെർട്ടീസ് ഉണ്ടോ? അതിന്റെ എക്സ്പീരിയൻസ് ഉണ്ടോ? ടെക്നോളജി ഉണ്ടോ? ഒരു സാധനമില്ല. ആകെപ്പാടെ അറിയാവുന്ന കാര്യം ഷൊർണൂരിൽ നിന്ന് എറണാകുളത്ത് കൊണ്ടുപോയി അപ്പം വിൽക്കാവുന്ന സംഭവം മാത്രമാണ്. അങ്ങനെ അപ്പം ചുടുന്ന പോലെ ഉണ്ടാക്കുന്ന സാധനം അല്ല ദിവ്യ. ഇത് ടെക്നോളജിയാണ്, ഇത് സയൻസാണ്. അത് ചെയ്യേണ്ടതും അതിനെപ്പറ്റി അഭിപ്രായം പറയേണ്ടതും ഒക്കെ ഇവരാണ്, അതിന്റെ എക്സ്പെർട്ടുകളാണ്. എന്തുകൊണ്ടാണ് കേരളയിലെ സിൽവർ ലൈൻ അപ്രൂവൽ കിട്ടാതിരുന്നത്? അപ്രൂവൽ കേന്ദ്ര ഗവൺമെന്റ് വളരെ പ്രൊഫഷണൽ ആയിട്ട് മാത്രമേ ഇങ്ങനത്തെ കാര്യങ്ങളെ സമീപിക്കുകയുള്ളൂ. അതിന്റെ സർവേ മുതൽ പഴിച്ചതാണ്. ലിഡാർ സർവേ മാത്രമേ, അതായത് ഏരിയൽ സർവേ മാത്രമേ നടത്തിയിട്ടുള്ളൂ. ടെറസ്ട്രിയൽ സർവേ നടത്തിയിട്ടില്ല. പരിസ്ഥിതി ആഘാതം നടത്തിയിട്ടില്ല. അതുകൊണ്ട് എന്താ പറ്റുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാല് വലിയ പാടങ്ങളുടെ നടുവിൽ കൂടെ പോയി പിന്നെ ഒരു കുന്നിനെ വളഞ്ഞ് അല്ലെങ്കിൽ കുന്നിന്റെ മേളിൽ കൂടെ കയറി ഇങ്ങനെയൊക്കെയാണ് ആ സാധനം പോയത്. അങ്ങനെയാണ് നാട്ടുകാരുടെ വീടിന്റെ അടുക്കള. ശരിയായിക്കോട്ടെ, അതിന്റെ ടെക്നിക്കൽ വശങ്ങളൊക്കെ എങ്ങനെയൊക്കെ ആയിക്കോട്ടെ, അതൊക്കെ ഈ പദ്ധതിയുടെ പിന്നീടുള്ള ഘട്ടങ്ങളിലാണല്ലോ തീരുമാനിക്കേണ്ടത്. ഇവിടെ ജനം തെരഞ്ഞെടുക്കപ്പെട്ട ഒരു സർക്കാരുണ്ട്. ആ സർക്കാരിനെ നയിക്കാൻ ഒരു മുഖ്യമന്ത്രിയുണ്ട്. അപ്പോൾ ആ മുഖ്യമന്ത്രി വഴി ഒരു ആശയവിനിമയം നടക്കാതെ, അല്ലെങ്കിൽ ആ മുഖ്യമന്ത്രി പോലും അറിയാതെ ഇങ്ങനെ ഒരു അതിവേഗ പാതയുമായി ഒരു ഓഫീസ് തുറക്കുന്നു, DPR കടക്കുന്നതിലേക്ക് കടക്കുന്നു. അതെങ്ങനെയാണ് ശരിയാവുക? അതിനകത്തൊരു രാഷ്ട്രീയം കാണുന്നതിൽ എങ്ങനെയാണ് തെറ്റ് പറയാൻ കഴിയുക? ശ്രീ ശോഭപ്രസാദ്, ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ശ്രീധരൻ
ഒരു 4-5 വർഷം മുമ്പ് നേരത്തെ പറഞ്ഞാൽ BJP ചേർന്നതോടെ അദ്ദേഹം അവിടെ പാലക്കാട് മത്സരിച്ചതോടെ ഈ ശ്രീധരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞാൽ ഒന്നിനും കൊള്ളാത്ത കള്ളനും വൃത്തികെട്ടവനുമായി മാറി. അങ്ങനെയുള്ള ഈ ശ്രീധരനെ അവരുടെ ഹാൻഡിലുകൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കും. ഇവരുടെ CPM-ന്റെ ഹാൻഡിലുകൾ അദ്ദേഹത്തിനെ വിശേഷിപ്പിക്കുന്നത് എങ്ങനെയാണ്, എന്താണ് അദ്ദേഹത്തിനോടുള്ള സമീപനം എന്നൊക്കെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവുന്ന കാര്യമേ ഉള്ളൂ. അത് അങ്ങനെയുള്ള ഒരു വ്യക്തി ഇനിയിപ്പം ഇതിൻ്റെ അകത്ത് ഈ ശ്രീധരൻ അദ്ദേഹം സത്യസന്ധത കൊണ്ടും കഴിവ് കൊണ്ടും എല്ലാം അദ്ദേഹത്തിന്റെ ട്രാക്ക് റെക്കോർഡ് വളരെ കൃത്യമാണ്. അദ്ദേഹം വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് മുഖ്യമന്ത്രിയായിട്ട് ഈ ഒരു അതിവേഗ റെയിൽവേ ഈ ലൈനെ പറ്റി ചർച്ച ചെയ്തിട്ടുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു. എനിക്കെന്തായാലും അദ്ദേഹം പറയുന്നതാണ് വിശ്വാസം. അദ്ദേഹം കേന്ദ്ര ഗവൺമെന്റുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു, അശ്വിനി വൈഷ്ണവുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. അവിടെ നിന്ന് ഒരു ഗോ ഹെഡ് സിഗ്നൽ കിട്ടി. അതനുസരിച്ചാണ് അദ്ദേഹം ഇപ്പൊ കാര്യങ്ങൾ മുമ്പോട്ട് നീക്കിക്കൊണ്ടിരിക്കുന്നത്. സർക്കാർ എന്നാണോ താങ്കളുടെ അഭിപ്രായം? സംശയം എന്താ? കാര്യം സർക്കാരിനെ കൊണ്ട് കഴിയാത്ത, ഈ ഒരു സംസ്ഥാന ഗവൺമെന്റിനെ കൊണ്ട് കഴിയാത്ത, അവരുടെ കയ്യിൽ നിൽക്കാത്ത, അവരുടെ പോർട്ട്ഫോളിയോയിൽ വരാത്ത ഒരു വലിയ വൻ പദ്ധതിക്ക് വേണ്ടി ഞങ്ങൾ ഇതാ ഉണ്ടാക്കാൻ പോകുന്നു എന്ന് പറഞ്ഞ് ഒരു പുകമറ സൃഷ്ടിച്ച് അതിനു വേണ്ടിയിട്ട് 100 കോടി രൂപ, അതിനു വേണ്ടിയിട്ട് ഒരു ആഫീസ്, അതിനു വേണ്ടിയിട്ട് ഇനി വേറെ പിൻവാതിൽ നിയമനം, അതിൻ്റെ അകത്ത് വേറെ കുറെ ആൾക്കാര് അങ്ങനെ അടിച്ച് ഇത് അതിവേഗപാതയിലായാലും സർക്കാരിന്റെ സഹായമില്ലാതെ നടക്കില്ല. ശ്രീ ശിവപ്രസാദ്, താങ്കൾക്കും അറിയാമല്ലോ. അത് ഏത് പദ്ധതിയായാലും സർക്കാരിന്റെ സഹായമില്ലാതെ എങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയും? ഇനി കേന്ദ്രം വിഭാവനം ചെയ്യുന്നതായാലും കേന്ദ്രം അനുമതി നൽകിയാലും. ഇപ്പൊ ഈ കേന്ദ്ര ഗവൺമെന്റ് ഇപ്പൊ ഈ ശ്രീധരന്റെ പദ്ധതി അല്ലെങ്കിൽ ശ്രീധരൻ കൊടുക്കുന്ന DPR കേന്ദ്ര ഗവൺമെന്റ് അംഗീകരിച്ചു മുമ്പോട്ട് പോയി. ഇവിടെ വരുന്ന ഏത് സർക്കാരായാലും they will be forced to cooperate. അവർ ചെയ്തേ പറ്റുള്ളൂ. കാര്യം ഇത് ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണത്. ഇത് അല്ലാതെ ഈ ശ്രീധരന്റെ പദ്ധതി കേന്ദ്ര ഗവൺമെന്റിനോട് പോയി പണി നോക്ക്. ഇത് കേരളമാണ്, എന്താണ് 21ാം നൂറ്റാണ്ടാണ്, ഫാസിസ്റ്റുകളുടെ റെയിൽവേ ഞങ്ങൾക്ക് വേണ്ട എന്നൊന്നും ഒരു സർക്കാരിനും പറയാൻ പറ്റില്ല ദിവ്യ. They will be forced to cooperate. ഒരു അങ്ങനെ ഫോഴ്സ് ചെയ്ത് ചെയ്യേണ്ടതാണോ ഇതുപോലെയുള്ള പദ്ധതികൾ? അങ്ങനെ ഫോഴ്സ് ചെയ്ത് സാധ്യമാക്കേണ്ടതാണോ? സംസ്ഥാന സർക്കാരിനെ കൂടി കണക്കിലെടുത്ത് അവരെ കൂടി മുഖവിലേക്ക് മുന്നോട്ട് പോകേണ്ടതല്ലേ? അതിനെന്തുകൊണ്ട് കേന്ദ്രം തയ്യാറാകുന്നില്ല? ഒരിക്കലും അങ്ങനെയല്ല വേണ്ടത്. പക്ഷേ ഇവർ ഇത് അങ്ങനെ വഴിയെ പോകുന്ന അടി എരന്ന് മേടിക്കാനാണ് ഇവരുടെ തീരുമാനമെങ്കിൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? ശരി. ഈ എത്രയോ സംസ്ഥാനങ്ങൾ ഈ നാട്ടിൽ നീളമുള്ള BJP ഭരിക്കാത്ത സംസ്ഥാനങ്ങൾ, ഇവിടെ തമിഴ്നാട്, ഇന്ത്യയിലെ ഏറ്റവും വലിയ മെട്രോ സിസ്റ്റമാണ് അവിടെ വന്നിരിക്കുന്നത്. അത്ഭുതമാണ് ചെന്നൈ മെട്രോ എന്ന് പറയുന്നത്. ഒരു ടെക്നോളജിക്കൽ മാർവലാണത്. കഴിഞ്ഞ കുറെ നാളുകളായിട്ട് എങ്ങനെയാണത് സംസ്ഥാന ഗവൺമെന്റും കേന്ദ്ര ഗവൺമെന്റും സഹകരിച്ചുകൊണ്ടല്ലേ അത് ചെയ്യാൻ പറ്റുള്ളൂ? അവർക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ അവിടെ? അല്ല, ഞങ്ങൾക്ക് നരേന്ദ്രമോദിയുടെ മെട്രോ ഇത് വേണ്ട, ഞങ്ങൾ സ്വന്തമായിട്ട് മെട്രോ ഉണ്ടാക്കാൻ പോവാണെന്ന് സ്റ്റാലിൻ പറഞ്ഞിട്ടില്ലല്ലോ. അങ്ങനെയാണ് വേണ്ടത്. ഞാൻ താങ്കളിലേക്ക് വരാം. നോക്കൂ, കേരളയിൽ ഉണ്ടാക്കിയ ഒരു ആശങ്ക, കേരളയിൽ ഉണ്ടാക്കിയ ആശങ്ക ഇപ്പോൾ ഇല്ല എന്ന് വേണമെങ്കിൽ ആശ്വസിക്കാം. കാരണം അതിൽ നിന്ന് കേന്ദ്രത്തിന് അനുമതി ലഭിക്കുന്നില്ല, അതിൽ നിന്ന് സർക്കാർ തന്നെ പിന്നോട്ട് പോവുകയാണ്. പകരം എത്തുന്നതാണ് RRTS. ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ടും നിങ്ങൾക്ക് നേരത്തെ ഉണ്ടായിരുന്ന പോലെയുള്ള ആശങ്കകളുണ്ടോ? ഈ സ്ഥലമേറ്റെടുപ്പ് ഇതിനും വേണ്ടിവരും, ഇതിനും സ്റ്റാൻഡേർഡ് ഗേജിലാണ് നിർമ്മാണമൊക്കെ നടക്കേണ്ടത്. അതിന്റെ പ്രാരംഭ പ്രവർത്തനങ്ങളിലേക്ക് സർക്കാർ കടക്കുകയാണ്. ഈ പദ്ധതി എങ്ങനെയാണ് നിങ്ങൾ നോക്കിക്കാണുന്നത്? സർക്കാർ സിൽവർ ലൈൻ പദ്ധതി പിൻവലിച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം അവര് ജനങ്ങളിപ്പം ഞങ്ങളുടെ സമരം ചെയ്ത ആൾക്കാർ, സ്ത്രീകളടക്കമുള്ളവരെ കോഴിക്കോട് കല്ലായിലടക്കം ക്രൂരമായി പോലീസിനെ ഉപയോഗിച്ച് മർദ്ദിച്ചുകൊണ്ടാണ് അവർ ഞങ്ങളുടെ സമരത്തെ തകർക്കാൻ ശ്രമിച്ചത്. പക്ഷെ കഴിഞ്ഞ 5 വർഷത്തിലധികമായിട്ട് വളരെ ജനാധിപത്യമായ രീതിയിൽ, യാതൊരു മോശമായ സമര രീതിയിലേക്കും പോകാതെ ജനാധിപത്യ രീതിയിൽ സമരം ചെയ്ത ആൾക്കാരാണ് കേരളയിൽ സമരസമിതി എന്ന് പറയുന്നത്. അപ്പോൾ അവർ ഈ സിൽവർ ലൈൻ പദ്ധതി പിൻവലിച്ചിട്ടുണ്ടെങ്കിൽ ആദ്യമായിട്ട് ജനങ്ങളോട് ക്ഷമ പറഞ്ഞുകൊണ്ട്, സമരം ചെയ്തവരോട് ക്ഷമ പറഞ്ഞുകൊണ്ട്, അവർക്ക് ക്രൂരമായ മർദ്ദനമേറ്റതിന് നഷ്ടപരിഹാരം നൽകിക്കൊണ്ട്, അവർക്കെതിരെ എടുത്ത കള്ളക്കേസുകൾ, 100 കണക്കിന് കള്ളക്കേസുകൾ ഇന്നും നിലവിലുണ്ട്. പല കോടതികളിലും നമ്മൾ ഫൈൻ അടച്ചുകൊണ്ടിരിക്കുകയാണ്. കോഴിക്കോട് അടക്കം എല്ലാ സ്ഥലങ്ങളിലും, കോട്ടയത്തും എല്ലാ സ്ഥലങ്ങളും, ഇപ്പം മാടപ്പള്ളിയിൽ സ്ത്രീകളടക്കമുള്ള റോഡിലൂടെ, ടാറിട്ട റോഡിലൂടെ വലിച്ചഴിച്ചു കൊണ്ടുപോയി ജയിലിൽ അടച്ചിക്കപ്പെട്ട സ്ത്രീകളുണ്ട്. ഈ കേരള സമരവുമായി ബന്ധപ്പെട്ട് അവർക്കത് നഷ്ടപരിഹാരം കൊടുക്കാൻ സർക്കാർ തയ്യാറാണോ? പിന്നെ
ഈ കേസുകൾ പിൻവലിക്കാൻ സർക്കാർ തയ്യാറാവണം. അതാണ് ആദ്യം ചെയ്യേണ്ടത്. അല്ലാതെ അടുത്തൊരു പദ്ധതി പ്രഖ്യാപിക്കുകയല്ല. അതുമാത്രമല്ല, ഭൂമി ഏറ്റെടുക്കുന്നതിന് വേണ്ടി പുറപ്പെടുവിച്ച വിജ്ഞാപനം അത് നിങ്ങൾ പിൻവലിച്ചോ? ഇത്ര വളരെ പ്രസക്തമായ, വളരെ ഇമ്പോർട്ടൻ്റ് സിഗ്നിഫിക്കൻ്റ് ആയ കാര്യങ്ങൾ ഇവിടെ നിൽക്കുമ്പോൾ അതെല്ലാം മറന്നുകൊണ്ട് ഒരു ബഡ്ജറ്റ് അവതരിക്കുന്ന തലേ ദിവസം വന്നിട്ട് പുതിയൊരു പദ്ധതി പ്രഖ്യാപിച്ച് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ ശ്രമിക്കുന്നത് ഏത് സർക്കാരായാലും ഞങ്ങൾ എതിർക്കപ്പെടുക തന്നെ ചെയ്യും. ഇനി അതിവേഗ റെയിലായാലും അവിവേക റെയിലായാലും ഈ കേരളത്തിലൂടെ തന്നെയാണ് പോകുന്നുള്ളത് മറക്കണ്ട ആരും. കേരളം മറ്റ് സംസ്ഥാനങ്ങൾ പോലെ അല്ല. 6 മാസവും 8 മാസവും 10 മാസവും 11 മാസവും മഴ പെയ്യുന്ന ഒരു സംസ്ഥാനമായി മാറിയിട്ടുണ്ട് കേരളം. ഇവിടുത്തെ നമ്മളിപ്പോഴും ഹൈവേ വികസനവുമായി ബന്ധപ്പെട്ട് ഓരോ സ്ഥലങ്ങളിലും ഓരോ ദിവസങ്ങളും ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തുകൊണ്ടാണ് പഠിക്കാത്തത്? എന്തുകൊണ്ടാണ് മനസ്സിലാക്കാത്തത്? നമ്മുടെ ഭൂപ്രകൃതി, നമ്മുടെ മണ്ണ്, നമ്മുടെ നദികൾ, നമ്മുടെ കായലുകൾ, നമ്മുടെ കുന്നുകൾ ഇതൊക്കെ വ്യത്യസ്തങ്ങളാണ്. മറ്റ് സംസ്ഥാനങ്ങളെ പോലെ അല്ല. അത് മനസ്സിലാക്കാൻ കഴിയാത്തവര് തത്വത്തിൽ അംഗീകാരം കേരളയിലും കൊടുത്തതാണ്. അതുപോലെ RRTSനും കൊടുക്കുന്നു. എന്തിനും അവർക്ക് കൊടുക്കാമല്ലോ. മന്ത്രിമാർ കൂടിയിരുന്നിട്ട് അവർ തന്നെ തീരുമാനിക്കുക. ഇവിടുത്തെ ജനങ്ങളോട് അവരാകെ ചോദിക്കുന്നത് വോട്ട് മാത്രമാണ്. വോട്ട് ചോദിക്കുന്ന സമയത്ത് ജനങ്ങളോട് എന്തും ചോദിക്കും, എന്തും പറയും, വാഗ്ദാനങ്ങൾ പറയും. അത് കഴിയുമ്പോൾ ജനങ്ങളെ മറക്കും. കുത്തകകൾക്ക് വേണ്ടി, കമ്മീഷന് വേണ്ടി മാത്രം പോലും സർക്കാരുകളായി മാറിയിരിക്കുന്നു. അത് മാറണം. ഇനി ശ്രീധരൻ സാർ കൊണ്ടുവന്ന, ശ്രീധരൻ സാർ വലിയ ടെക്നോക്രാറ്റാണ്, നമുക്കൊക്കെ അറിയാം. പക്ഷെ കേരളത്തിൽ ഇത്തരം ഒരു പദ്ധതി അദ്ദേഹം നടത്തിയിട്ടുണ്ടോ ഇതുവരെ? നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ എലിവേറ്റഡ്, പുള്ളി പറയുന്നുണ്ട് 70% എലിവേറ്റഡ് പാതയിലൂടെയാണെന്ന്. നമ്മുടെ വീടിൻ്റെ മണ്ടയ്ക്ക്, കേരളത്തിൻ്റെ ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ ഏറ്റവും കൂടുതൽ സ്ഥലമാണ് കേരളം. ഇവിടെ നമ്മുടെ വീടിന് മുകളിലൂടെ എലിവേറ്റഡ് പാത കൊണ്ടുപോകാൻ സാധ്യമാണോ? പറ്റുമോ? കൊങ്കൺ റെയിൽവേ ഉദാഹരണം പറയുന്നു. കൊങ്കൺ റെയിൽവേയുടെ യാത്ര ചെയ്തവർക്ക് മനസ്സിലാവും. എവിടെയെങ്കിലും വീടിന്റെ അല്ലെങ്കിൽ ജനവാസമേൽ ജനങ്ങൾ താമസിക്കുന്നതിന്റെ അടിയിലൂടെ കൊങ്കൺ റെയിൽവേയുടെ തുരങ്കപാത ഉണ്ടാക്കിയിട്ടുണ്ടോ? നിങ്ങൾ കാണിച്ചു തരും. ഞാൻ വെല്ലുവിളിക്കുകയാണ്. ഞാൻ ഈ കഴിഞ്ഞ മാസവും യാത്ര ചെയ്താണ് കൊങ്കൺ റെയിൽവേയിലൂടെ. അതുപോലെ നമ്മുടെ ഈ കേരളയിൽ ഒരുപക്ഷെ ഇവിടെ വന്നിരുന്നെങ്കിൽ കേരളയിലെ DPR തന്നെ പറയുന്നുണ്ട് 1500 ഗ്രാമീണ റോഡുകളെ നിശേഷം അടയ്ക്കുന്ന ഒരു പദ്ധതിയുമായിട്ടാണ് അവർ വന്നത്. ഒരു സ്റ്റഡി നടത്തിയിട്ടില്ല, നടത്താത്തത് കൊണ്ടാണ് അതിന് ഈ പറയുന്നത് തരത്തിലുള്ള അനുമതി ലഭിക്കാത്തത് എന്നത് തന്നെയാണ് വസ്തുത. ഞാൻ ഒരിക്കലും രാഷ്ട്രീയമായ ഒരു പ്രശ്നമല്ല. നമ്മുടെ കേന്ദ്ര റെയിൽവേ ബോർഡ് പല പ്രാവശ്യം ഈ കൊടുത്ത DPRലെ ന്യൂനതകൾ, സാങ്കേതിക തകരാറുകൾ പരിഹരിക്കാൻ വേണ്ടി ഇവിടുത്തെ സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ട് ശ്രീ VR അനുപ, നേരത്തെ അരുൺകുമാർ ചോദിച്ചതും ഈ ചോദ്യമാണ്. ഈ അതിവേഗ പാതയിൽ എന്താണ് കോൺഗ്രസിന്റെ നയം എന്നത്? നിങ്ങൾ RRTSനെ എതിർക്കുന്നു, എന്നാൽ ഈ ശ്രീധരന്റെ അതിവേഗ പാതയെ എതിർക്കുന്നില്ല. ദിവ്യ, എല്ലാത്തിനും ഞാൻ മറുപടി പറയാം. എനിക്ക് വിശദമായ സമയം വേണം. കാരണം അരുൺകുമാർ ആദ്യം പ്രതികരിച്ചു, അതിനുശേഷം ഞാൻ പറഞ്ഞതിന് ശേഷം വീണ്ടും അദ്ദേഹത്തിന് സമയം കൊടുത്തു. എനിക്ക് തിരിച്ച് പ്രതികരിക്കാൻ പറ്റിയിട്ടില്ല. ഞാൻ പറയാം. ആദ്യമായി അരുൺകുമാർ മനസ്സിലാക്കേണ്ടത്, ഒരു ചർച്ചയിൽ അരുൺകുമാർ ആഗ്രഹിക്കുന്നത് പോലെ ഞാൻ പറയണം എന്ന് വിചാരിക്കരുത്. അദ്ദേഹം എന്തൊക്കെ പറയണമെന്ന് എന്നെ ഡിക്റ്റേറ്റ് ചെയ്യാനും വരണ്ട. അദ്ദേഹം പറഞ്ഞത് എന്താ? ഈ ചർച്ചയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയണമെന്ന്. ചർച്ചയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാണെന്നേ പറഞ്ഞത്. ഞാൻ പറഞ്ഞത്, ഈ ചർച്ചയിൽ ഒരു വലിയ പ്രൊജക്റ്റ് കേരളത്തിലെ ഗവൺമെൻറ് അവതരിപ്പിക്കുകയാണ്. അതിവേഗ പാത എന്നുള്ള തരത്തിൽ ഒരു പാതയെക്കുറിച്ച് ഗവൺമെൻറ് പറയുന്നു. കേരളത്തെ മാറ്റിമറിക്കുമെന്ന് പറയുമ്പോൾ ഈ കേരളത്തിൽ ഇതേ ഗവൺമെൻറ് പറഞ്ഞ മുൻ പ്രഖ്യാപനങ്ങളുണ്ടെന്നേ. അതിനെക്കുറിച്ച് പറഞ്ഞ അരുൺകുമാറിന് എന്താ കുഴപ്പം? അത് ചർച്ചയിൽ പറയാൻ പാടില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെ അംഗീകരിക്കാൻ കഴിയുക? 90 രൂപയ്ക്ക് കേരളത്തിലെ സാധാരണക്കാരുടെ ജീവിത നിലവാരം മാറ്റിമറിക്കാൻ 90 രൂപയ്ക്ക് കോഴി കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് ഇവിടെ ആ ചിക്കൻ കഴിച്ചിട്ടാണോ നമ്മളൊക്കെ ഈ ചർച്ചയിൽ വന്നിരിക്കുന്നത്? എല്ലാ വീട്ടിലും ലാപ്ടോപ്പ് എത്തിക്കുമെന്ന് പറഞ്ഞിട്ട് ആ ലാപ്ടോപ്പ് എല്ലാ വീട്ടിലും എത്തിയിട്ടുണ്ടോ? ആ ലാപ്ടോപ്പിലാണോ നമ്മുടെ കുട്ടികൾ അവരുടെ അസൈൻമെൻറ്റ്സ് ചെയ്യുന്നത്? ആ ലാപ്ടോപ്പിലാണോ നമ്മൾ ഈ പറയുന്ന ഇൻ്റർനെറ്റ് ഉപയോഗിക്കുന്നത്? അത്തരം കാര്യങ്ങൾ പറയുമ്പോൾ അതൊന്നും ചർച്ചയിൽ ഉന്നയിക്കാനേ പാടില്ല എന്ന് പറഞ്ഞാൽ അരുൺകുമാറല്ല ആര് പറഞ്ഞാലും അംഗീകരിക്കേണ്ട. അരുൺകുമാർ അങ്ങനെ ആവേശ് കുമാർ ഒന്നും ആവണ്ട. ഒരു ചർച്ചക്കകത്ത് എന്തു പറയണം എന്തു പറയരുത് എന്ന് കൃത്യമായ ബോധ്യത്തോടു കൂടിയാണ് ചർച്ചയിലിരിക്കുന്നത്. അത് തർക്കം പിടിച്ചിട്ട് കാര്യമില്ല. ശരി, UDF ആണ് അധികാരത്തിൽ വരാൻ പോകുന്നത് എങ്കിൽ അല്ല, തർക്കമല്ല, അതിവേഗ പാതയിൽ എന്ത് തീരുമാനമെടുക്കും, എന്ത് നിലപാട് സ്വീകരിക്കും? ചോദ്യത്തിലേക്ക് തന്നെയാണ് വരുന്നത്. ഞാനത് പ്രതികരിക്കുമല്ലോ. ഒരു ചർച്ചയിൽ എന്താണ് ഉന്നയിക്കപ്പെട്ടതെന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധിയൊക്കെ നമുക്കുണ്ടല്ലോ. ആ ചോദ്യത്തിലേക്ക് തന്നെയാണ് വരുന്നത്. അതിവേഗം എന്ന് ഞാൻ പറയട്ടെ, അതിവേഗ പാത എന്ന ആശയത്തോട് ഞങ്ങൾ എതിരെയല്ലെന്നേ.
ഞങ്ങൾ എന്താണ് പറഞ്ഞത്? അത്തരം ആളുകളുടെ സഞ്ചാരത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്ന, ആളുകൾ തമ്മിലുള്ള ദൂരം കുറയ്ക്കുന്ന അതിവേഗം എന്ന് പറയുന്ന ആശയത്തോട് ഞങ്ങൾ എതിരല്ല. പക്ഷേ കേരയിൽ എന്ന് പറയുന്ന പദ്ധതി നടപ്പിലാക്കപ്പെട്ടപ്പോൾ അത് അപ്രായോഗികമെന്ന് പറഞ്ഞ ആളുകളാ. അന്ന് ഞങ്ങളെ പരിഹസിക്കുക മാത്രമല്ല, അങ്ങേയറ്റം ധാർഷ്ട്യത്തോടെ കേരയിൽ വരും കേട്ടോ എന്ന് പറഞ്ഞ ആളുകൾ അന്ന് ഇറക്കിയ പൈസയ്ക്ക് കണക്ക് പറയണ്ടേ? അന്ന് ഇവിടെ സമരം ചെയ്ത ആളുകളുടെ നേരിട്ട് രീതിക്ക് അവരോട് മാപ്പ് പറയണ്ടേ? എന്ന് മാത്രമല്ല, ദിവ്യ മനസ്സിലാക്കണം, അന്ന് ആ സമരം ചെയ്ത സമരത്തെ ജനങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ജനകീയ പ്രതിഷേധം എന്നല്ല പറഞ്ഞത്. ഇതിനു പിന്നിൽ വർഗീയ ശക്തികളാണ്. കേരളം മുഴുവൻ കുഴപ്പമുണ്ടാക്കുന്നത് വർഗീയമായി ധ്രുവീകരിക്കാൻ ശ്രമിക്കുന്ന ആളുകളാണ്, ജനങ്ങളല്ല എന്ന് പറഞ്ഞ ആളുകളാ. അതിന് ചാപ്പ് കുത്താൻ ശ്രമിച്ച ആളുകളാ. എം.എൻ. കാരശ്ശേരിയെ പോലുള്ള കേരളത്തിന്റെ പൊതുസമൂഹത്തിന്റെ പൊതു മനസാക്ഷിയുടെ ശബ്ദമെന്ന് പറയുന്ന ആളുകളെ കൂടി അങ്ങേയറ്റം നിന്ദ്യമായ രീതിയിൽ അധിക്ഷേപ പരാമർശങ്ങൾ ചൂണ്ടിക്കാണിച്ചാൽ അല്ല, ഇനി ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങളെ സംബന്ധിച്ച് ഇതിനെക്കുറിച്ച് ഞങ്ങൾ ഈ കാര്യം പറയുമ്പോൾ ഞങ്ങളാണ് ഈ കേരളത്തിന്റെ വേഗത്തെ എത്ര ദശകങ്ങൾ പിന്നിലേക്ക് കൊണ്ടുപോയ പാരമ്പര്യമാണ് ഈ പാർട്ടിക്കുള്ളത്. ഞാൻ ഈ ഒരു കാര്യം ആവർത്തിച്ചുന്നയിച്ചു. അതിവേഗ പാതയെക്കുറിച്ച് ഈ ഭയങ്കരമായി അഭിമാന പുളകിതനാകുന്ന അരുൺകുമാർ എന്താ എക്സ്പ്രസ് ഹൈവേയെ കുറിച്ച് പറയാതിരുന്നത്? എക്സ്പ്രസ് ഹൈവേയെ കുറിച്ച് ഇവർ ഇറക്കിയ സാഹിത്യം അരുൺകുമാർ ഇപ്പോൾ ഒന്ന് വീട്ടിൽ പോയിരുന്നു വായിച്ചു നോക്കണം. എക്സ്പ്രസ് ഹൈവേ വന്നു കഴിഞ്ഞാൽ കേരളത്തിൽ വീട്ടിൽ നിന്ന് പശുവുമായി പോകുന്ന ആൾ പശുവിനെ കെട്ടാനാകാതെ തിരിച്ചു പോകേണ്ടി വരും. സ്കൂളിൽ നിന്ന് വരുന്ന കുട്ടികൾക്ക് വീട്ടിൽ പോകാതിരിക്കാൻ വേണ്ടി വരും. കേരളത്തെ രണ്ടായി വിഭജിക്കും. അതൊക്കെ മുൻകാല പ്രാബല്യത്തോടെ മാപ്പ് പറയാൻ അരുൺകുമാറിന്റെ പാർട്ടിക്ക് കഴിയുമോ? ഞങ്ങൾ ഈ വേഗം എന്ന് പറയുന്ന ആശയത്തിനെ എതിരല്ലെന്നേ, അതിവേഗ പാതയ്ക്ക് എതിരല്ലെന്നേ. പക്ഷെ ജനങ്ങളുടെ ആശങ്കകൾ വന്നാൽ അതിനെ അഡ്രസ് ചെയ്യണം. അത് പ്രായോഗികമായിരിക്കണം. അതാര് പറഞ്ഞാൽ അങ്ങനെ തന്നെയാ. 5 വർഷം അപ്രായോഗികമായ ഒന്ന് അവതരിപ്പിച്ച് അതിന്റെ പേരിൽ പൊതു ഖജനാവിൽ നിന്ന് പൈസ ചെലവഴിച്ച് ദൂർത്തടിച്ച് അവസാനം അത് പിൻവലിക്കേണ്ടി വന്നു. ഞങ്ങളത് പറഞ്ഞ ആ പദ്ധതി, അപ്രായോഗികമായ പദ്ധതി അവതരിപ്പിക്കുന്ന ആർക്ക് വേണ്ടി ആ പൈസ ദൂർത്തടിച്ചത്? ഇപ്പൊ 100 കോടി വകയിരുത്തിയെന്ന് പറഞ്ഞു. നിങ്ങൾ കേരളത്തിന് വേണ്ടി ചെലവഴിച്ച കോടികൾ എവിടെ? ആർക്ക് വേണ്ടി? ഞങ്ങൾ പറഞ്ഞത് എന്താ? ഇത്തരമൊരു അതിവേഗപാത വേണം എന്നത് തന്നെയാണ് അഭിപ്രായമാണെങ്കിൽ ഈ പറയുന്നത് പോലെയുള്ള ആശങ്ക അപ്പോഴും ഉണ്ടാകും. നിങ്ങൾ ഭരണത്തിലേറിയാലും അത് നേരിടേണ്ടി വരും. ഈ പറയുന്നത് പോലെയുള്ള സ്ഥലമേറ്റെടുപ്പ് അപ്പോഴും ഉണ്ടാകും. ജനങ്ങൾ വലിയ പ്രതിഷേധവുമായി മുന്നോട്ട് വരും. തീർച്ചയായും ഒരു സംശയവും വേണ്ടെന്നേ. അതിനകത്ത് ഒരു പാത കൊണ്ടുവരുമ്പോൾ ചെയ്യേണ്ട ഒരു ജനാധിപത്യപരമായ സമീപനം ഉണ്ടെന്നേ. ജനങ്ങളുടെ ആശങ്കകൾ കണക്കിലെടുക്കണം. സാമൂഹികമായ ആഘാത പഠനം നടത്തണം. പാരിസ്ഥിതിക ആഘാത പഠനം നടത്തണം. അല്ലാതെ ഒരാൾ പെട്ടെന്ന് വെളിപാട് പോലെ പറഞ്ഞ് കേരളയിൽ കൊണ്ടുവരും കേട്ടോ എന്ന് പറഞ്ഞ് മഞ്ഞക്കുറ്റി അടിച്ച് ജനങ്ങളെയൊക്കെ ചോദ്യം ചെയ്ത് അത് അവസാനം കുറ്റിയും പറിച്ച് ഓടേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാകരുതെന്ന് തന്നെയാണ് ഞങ്ങൾ പറയുന്നത്. അപ്പൊ ഞങ്ങളെ ഉണ്ടാക്കിയ ആശങ്ക ഇപ്പോഴും പലരുടെയും ഉള്ളിലുണ്ട്. നസീർ നുജല്ല പറഞ്ഞതും അതാണ്. അന്നുണ്ടായ പോലീസ് നടപടി, ആളുകളെ ഭീതിയിലാഴ്ത്തൽ, അതൊക്കെ ഇപ്പോഴും പലരുടെയും ഉള്ളിലുണ്ട്. അവരോട് നിങ്ങൾ മാപ്പ് പറയുമോ? ആ പദ്ധതി വേണ്ടെന്ന് വയ്ക്കുമ്പോൾ, ആ പദ്ധതിയിൽ നിന്ന് പിൻവാങ്ങുമ്പോൾ? ദിവ്യ, ഈ ചർച്ച തീരാൻ ഇനി കുറച്ച് സമയമേ ഉള്ളൂ. 365 ദിവസം തുടർച്ചയായിട്ട് ഈ കോൺഗ്രസ് പ്രതിനിധിക്ക് അങ്ങ് സമയം കൊടുത്താൽ പോലും അങ്ങ് ചോദിച്ച ചോദ്യത്തിനും ഞാൻ ചോദിച്ച ചോദ്യത്തിനും അദ്ദേഹം മറുപടി പറയില്ല. വീണ്ടും നമ്മൾ ചോദിച്ചല്ലോ, RRDSനെ എതിർക്കുന്നത് എന്തുകൊണ്ട്, ശ്രീധരന്റെ അതിവേഗ പാതയെ എതിർക്കുന്നത് എന്തുകൊണ്ട്? നിങ്ങൾ എതിർക്കുന്നുണ്ടോ ഇല്ലയോ? അതുപോലെ തന്നെ VD സതീശൻ പറഞ്ഞ അഭിപ്രായത്തോടാണോ അതോ K സുധാകരൻ പറഞ്ഞ എതിർക്കുമെന്ന അഭിപ്രായത്തോടാണോ താങ്കൾക്ക് യോജിപ്പ്? എന്താണ് കോൺഗ്രസിന്റെ അഭിപ്രായം എന്ന് ചോദിച്ചപ്പോ ആദ്യം പറഞ്ഞ അതേ കാര്യങ്ങൾ അദ്ദേഹം വീണ്ടും പിന്നീട് ആവർത്തിച്ചു. എക്സ്പ്രസ് ഹൈവേ പോയി, ചിക്കനിൽ പോയി, അതുപോലെ തന്നെ ലാപ്ടോപ്പിൽ പോയി. ആദ്യം പറഞ്ഞ 10 മിനിറ്റ് വീണ്ടും 10 മിനിറ്റ് ആവർത്തിച്ചു. ഇതാണ് കോൺഗ്രസിന്റെ നിലപാട് എന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലായി. എല്ലാ വൻകിട വികസന പ്രവർത്തനങ്ങളെയും തകർത്ത് തരിപ്പണമാക്കി മാറ്റുക, ഒരു നിലപാടില്ലായ്മയെ അതിന്റെ പേര് കോൺഗ്രസ് എന്ന് ജനങ്ങൾ ധരിക്കുന്ന രീതിയിലേക്ക് പോയി. അതുകൊണ്ടാണ് അതിൽ ഇടപെടാതെ മിണ്ടാതെ കേട്ടിരുന്നത്. കേരളത്തിലെ ജനങ്ങൾ അത് കേൾക്കട്ടെ. ഒറ്റ കാര്യം, K സുധാകരൻ പറഞ്ഞ അഭിപ്രായം പിറ്റേ ദിവസം VD സതീശൻ തിരുത്താൻ തയ്യാറായിട്ടുണ്ടെങ്കിൽ ഇച്ഛാശക്തിയുള്ള ഗവൺമെന്റ് പ്രഖ്യാപിച്ച പദ്ധതി സമയബന്ധിതമായി പൂർത്തീകരിക്കും എന്ന് ഉറപ്പുള്ളത് കൊണ്ട് വിഴിഞ്ഞം 17 വർഷം മുമ്പേ പൂർത്തീകരിക്കാൻ കഴിഞ്ഞുവെങ്കിൽ കല്ലിട്ടാൽ കപ്പൽ ഓടില്ല എന്ന് പറഞ്ഞ അഭിപ്രായമൊക്കെ നമ്മുടെ മുന്നിലുണ്ട്.
ഒരിക്കലും ഈ പദ്ധതി പൂർത്തീകരിച്ച് കപ്പൽ പോയിട്ട് ഒരു ബോട്ട് പോലും വരില്ലെന്ന് പറഞ്ഞ വി ഡി സതീശന്റെയും കെ മുരളീധരന്റെയും പ്രസംഗം പൊതുസമൂഹത്തിലുണ്ട്. അതുകൊണ്ട് കേരളത്തിലെ ജനങ്ങൾ ബാക്കി അങ്ങ് മനസ്സിലാക്കിക്കോട്ടെ. ബഹുമാനപ്പെട്ട ശ്രീ ഷിബു പ്രസാദ്, വിഴിഞ്ഞം നിങ്ങൾക്ക് പൂർണ്ണമായി അവകാശപ്പെട്ടതല്ല. അതിലേക്ക് അവകാശപ്പെട്ടൊന്നുമില്ലല്ലോ, കല്ല് മാത്രം ഇട്ടിട്ട് പോയി, ഒരവകാശം എടുക്കുന്നില്ല. ഉമ്മൻചാണ്ടി പോകുമ്പോ ഒരു കല്ലല്ലേ ഉണ്ടായിരുന്നുള്ളൂ. ആ കല്ലിട്ട് കഴിഞ്ഞ് പോകുമ്പോ എത്ര 2045 പൂർത്തീകരിക്കാനല്ലേ ഇരുന്നേ? എത്ര വർഷം? 30 വർഷം കൊണ്ട്. ആ 30 വർഷം എന്നുള്ളത് 13 വർഷം കൊണ്ട് പൂർത്തീകരിക്കുന്നു. ഒരു കല്ല് തുറമുഖമായിട്ട് മാറി. അത് മാത്രം മനസ്സിലാക്കിയാൽ മതി. ബാക്കി ക്രെഡിറ്റ് ഒക്കെ ഇവർ എടുത്തോട്ടെ, ഞങ്ങൾക്ക് വേണ്ട, ക്രെഡിറ്റ് അവർ കൊണ്ടോട്ടെ. അങ്ങനെ ഒരു ക്രെഡിറ്റ് അവകാശപ്പെടാനില്ലാത്തത് കൊണ്ടാണോ ഇപ്പോൾ ഈ RRTS പദ്ധതി ഒരു തെരഞ്ഞെടുപ്പിന് നേരിടുമ്പോൾ ഒരു വൻ പദ്ധതി കൊണ്ടുവന്നു, അത് നടപ്പാക്കാൻ അതിന് തുടക്കമിട്ടു എന്ന് പറയാനില്ലാത്തത് കൊണ്ടാണോ RRTS പദ്ധതി? ഈ ഷാബു പ്രസാദ് വലിയ സ്വാധീനമുള്ള ആളാണ്. ഈ 6 വർഷം കേന്ദ്ര ഗവൺമെന്റ് റെയിൽവേ മന്ത്രാലയം ഈ ഫയലിന് മേൽ അടയിരിക്കുമ്പോ ഒന്ന് നിങ്ങൾക്ക് തരില്ല, ഇത് അനുവാദം നിഷേധിച്ചിരിക്കുന്നു, DPR തള്ളിയിരിക്കുന്നു എന്ന് പറയിപ്പിക്കാം. അല്ലെങ്കിലോ ഞങ്ങൾ കൺസിഡർ ചെയ്യുന്നു, നിങ്ങൾ ഇന്ന മാറ്റം വരുത്ത്, ഇന്ന രേഖ ഹാജരാക്ക്. എത്രയോ രേഖ ഹാജരാക്കി. ജോയിന്റ് ഇൻസ്പെക്ഷൻ നടത്തിയപ്പോൾ മീഡിയ വൺ അടക്കം വാർത്തയാക്കിയില്ലേ? ഇത് പെൻഡിംഗ് ആക്കി വച്ച് 6 വർഷം അങ്ങ് വൈകിപ്പിച്ചു. അതുകൊണ്ട് ഞങ്ങൾക്ക് മനസ്സിലായി ഈ പദ്ധതി കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല. പിന്നെ താങ്കൾ എന്താ പറഞ്ഞേ? ഓഫീസ് തുറന്നു, DPR തയ്യാറാക്കി തുടങ്ങി, അതുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റ് ആയിക്കോട്ടെ എന്നേ. കേന്ദ്ര ഗവൺമെന്റിന് ഒരു സംസ്ഥാന ഗവൺമെന്റിന്റെ കൺസെന്റ് ഇല്ലാതെ, അനുവാദമില്ലാതെ ചെയ്യാൻ കഴിയും എന്നാണ് താങ്കളുടെ അറിവെങ്കിൽ ആ അറിവ് സാധൂകരിക്കുന്ന എന്തെങ്കിലും ഒരു വിവരണത്താട്ടെ. കേന്ദ്രം അനുമതി കൊടുത്തിട്ടുണ്ടോ? റെയിൽവേ മന്ത്രാലയം ശ്രീധരനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടോ? അതുപോലെ തന്നെ അർബൻ അഫയേഴ്സ് ചുമതലപ്പെടുത്തിയിട്ടുണ്ടോ? സംസ്ഥാന ഗവൺമെന്റ് ചുമതലപ്പെടുത്തിയിട്ടുണ്ടോ? ഈ സ്റ്റേറ്റിന്റെ നിയമമന്ത്രി തന്നെയല്ലേ ചോദിച്ചത്? ഇതൊന്നുമില്ലാതെ അദ്ദേഹത്തെ ഞങ്ങൾ കളിയാക്കിയൊന്നും ഇല്ലാട്ടോ. ശ്രീധരനെ ഞങ്ങൾ ബഹുമാനിക്കുന്ന കക്ഷിയാണ്, ഏറ്റവും നല്ല ബഹുമാനമുണ്ട്. ഒരു രീതിയിൽ ഒരു വാക്കുകൊണ്ടോ പ്രവർത്തി കൊണ്ടോ ഞങ്ങൾ അദ്ദേഹത്തിന് ദോഷകരമായി ഒന്നും പറഞ്ഞിട്ടില്ല, പറയൂല. ഇവിടെ ഷാബു പ്രസാദ് ഊഹിക്കുകയാണ്, CPM അങ്ങനെ പോയി. ഇതൊന്നുമില്ല. അദ്ദേഹത്തിന് എന്തെങ്കിലും ഓതറൈസേഷൻ ഉണ്ടെങ്കിൽ കാണിച്ചോട്ടെ. ഞങ്ങളുടെ മുന്നിൽ ഒരു പ്രപ്പോസൽ അദ്ദേഹം തന്നത് കേന്ദ്രത്തിന്റെ മുന്നിൽ ഇല്ല. കേന്ദ്ര റെയിൽവേ മന്ത്രിയും അതുപോലെ മുഖ്യമന്ത്രിയായിട്ട് ചർച്ച നടത്തുമ്പോൾ അത്തരത്തിലൊരു പ്രപ്പോസൽ കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നില്ല. അതുകൊണ്ട് തന്നെയാണ് മിനിസ്ട്രി ഓഫ് അർബൻ അഫയേഴ്സ് പറഞ്ഞത് നിങ്ങൾ റെപ്രസെന്റേഷൻ താട്ടെ. അതുകൊണ്ട് അതാണ്. പിന്നെ ഇപ്പൊ എന്നോട് ചോദിച്ച ചോദ്യം, റെയിൽ ഉപേക്ഷിച്ചിട്ടില്ല, ആ പ്രപ്പോസൽ കേന്ദ്രത്തിന്റെ മുന്നിൽ ഇരിക്കുകയാണ്. അത് കേന്ദ്രം പറയട്ടെ, ഈ പ്രപ്പോസലിന് അനുവാദമില്ലെന്ന് പറയട്ടെ. രണ്ടാമത്, കേസുകൾ പിൻവലിക്കാൻ, ക്രിമിനൽ കേസുകൾ പിൻവലിക്കാൻ ആ കേസ് പെൻഡിങ് നിൽക്കുന്ന കോടതിക്കേ പറ്റൂ, അല്ലാതെ മറ്റാർക്കും അതിൽ കഴിയില്ല. അതുപോലെ തന്നെ വിജ്ഞാപനം പിൻവലിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല. ഇത് 6.5 വർഷമായിട്ട് പെൻഡിങ് നിൽക്കുന്നു. ആ പ്രപ്പോസലിനെതിരെ സമരങ്ങൾ വന്നു, എതിർപ്പ് വന്നു, അതുപോലെ അനുകൂലമായിട്ട് വന്നു. അത് പല സാഹചര്യങ്ങളുണ്ടായി. അത് മുന്നോട്ട് പോകാൻ കഴിയില്ല. പേര് മാറ്റിയാലും സാങ്കേതിക വിദ്യ മാറ്റിയാലും നമുക്കൊരു 3 മണിക്കൂർ കൊണ്ട് കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്ത് എത്തണ്ടേ? തീർച്ചയായും വേണം. അത് വളരെ അത്യാവശ്യം തന്നെയാണ്. ശ്രീ പ്രസാദ്, ഒരുപാട് സമയമില്ലെങ്കിലും മറ്റന്നാൾ കേന്ദ്ര ബജറ്റാണ്. കേന്ദ്ര ബജറ്റിൽ കേരളത്തിന് അതിവേഗ റെയിൽ പാത, ആ പ്രഖ്യാപനം ഉണ്ടാകുമോ? അതിൽ എത്രത്തോളം സാധ്യതയുണ്ട്? താങ്കൾ എങ്ങനെയാണ് പ്രതീക്ഷിക്കുന്നത്? മറ്റന്നാൾ വരുന്ന കേന്ദ്ര ബജറ്റ് എങ്ങനെയായിരിക്കും? നീ കേരളത്തിൽ ഇരിക്കുന്ന ഈ പാവം ഞാൻ എങ്ങനെ അറിയാനാണ്? പക്ഷേ തിരുവനന്തപുരത്ത് പ്രധാനമന്ത്രി വരുമ്പോൾ അതിവേഗ റെയിൽ പാത പ്രഖ്യാപനം ഉണ്ടാകും എന്നൊക്കെ ചില വിലയിരുത്തലുകളൊക്കെ വന്നിരുന്നു പല കോണുകളിൽ നിന്ന്. എന്തായാലും ഇപ്പൊ അരുൺകുമാർ പറഞ്ഞ ഒരു കാര്യത്തിനോട് ഞാൻ ചെയ്യുന്നു, പേരെന്താണെങ്കിലും എങ്ങനെ വന്നാലും ശരി, ആരുമായിക്കൊള്ളട്ടെ, തിരുവനന്തപുരത്ത് നിന്ന് 3.5 മണിക്കൂർ കൊണ്ട് അല്ലെങ്കിൽ 3 മണിക്കൂർ കൊണ്ട് കാസർഗോഡ് എത്തുക എന്നുള്ളത് നമ്മുടെ കേരളത്തിന്റെ എല്ലാ ജനങ്ങളുടെ ഒരു ആവശ്യമാണത്. അതിന് ഇവിടെ ഏറ്റവും ഈ റെയിൽവേ ടെക്നോളജിയിൽ അനുഭവ പരിചയവും മികച്ച ട്രാക്ക് റെക്കോർഡുമുള്ള അത് പ്രപ്പോസ് ചെയ്യാനും നേതൃത്വം കൊടുക്കാനും ശ്രീധരനെ പോലെയുള്ള ഒരാൾ നമ്മുടെ നാട്ടിൽ ഉള്ളപ്പോൾ നമ്മൾ അങ്ങ് സ്വീകരിച്ച പോലെ എന്റെ അരുൺ. അങ്ങനെ ഒരു കാര്യം വരുമ്പോൾ കേന്ദ്രത്തിന് പ്രപ്പോസൽ വേണ്ടേ? ഒരു രേഖ തന്നാൽ അതെങ്ങനെ അനുവദിക്കാൻ കഴിയും? അങ്ങ് എന്താണ് പറയുന്നത്? അങ്ങയുടെ കയ്യിൽ സ്ഥലമുണ്ടെന്ന് വെച്ചാൽ സ്വന്തമായിട്ട് ഒരു വിമാനത്താവളം തുടങ്ങാൻ പറ്റുമോ? സ്വന്തമായിട്ട് ഒരു തുറമുഖം തുടങ്ങാൻ പറ്റുമോ? നിയമപരമായ വ്യവസ്ഥയിലൂടെ പോകാൻ പറ്റൂ? ഈ ജിയുടെ MRI മെഷീൻ കേരളത്തിലാണ് ഉണ്ടാക്കുന്നത്, ഇവിടുന്ന് മുഴുവനും ഉണ്ടാക്കി അമേരിക്കയിൽ പോയി ലേബൽ ഒട്ടിച്ച് തിരിച്ചു വരികയാണ് എന്നൊക്കെ പറയുന്ന ഒരു മഹാമന്ത്രിയാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെയൊക്കെ വാക്കുകളാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്. നിങ്ങൾ കേട്ടതല്ലേ എറണാകുളത്തുണ്ടാക്കുന്ന ജിയുടെ MRI മെഷീൻ അമേരിക്കയിൽ പോയി ലേബൽ ഒട്ടിച്ച് തിരിച്ചു വരികയാണെന്ന്. അതാണ് ലോകം മുഴുവൻ വിൽക്കുന്നത്.
ഈ കേരളത്തിൽ ഉണ്ടാക്കുന്ന സാധനങ്ങളാണ്. സ്പേസിലേക്ക് വിടുന്ന ഉപഗ്രഹത്തിൽ വരെ അതിനുള്ള പല സാമഗ്രികളും നിർമ്മിക്കുന്നത് ഈ കാക്കനാട് സ്പെഷ്യൽ എക്കണോമിക് സോണിലാണ്. പഠിച്ചു നോക്ക്. മലയാളി കയറേണ്ടത്. ശരി ശരി, എന്തായാലും ആർക്കെങ്കിലും ഒരു പദ്ധതിയുമായി മുന്നോട്ട് പോകാം. ഇതുപോലെയുള്ള വമ്പൻ പ്രഖ്യാപനങ്ങളൊക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് കേന്ദ്രത്തെ സമീപിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു സാഹചര്യമാണോ നിലവിലുള്ളത് എന്നത് അറിയില്ല. എന്തായാലും നമുക്ക് നോക്കാം അത് സാധ്യമാകുമോ, ഏത് പദ്ധതിക്കാണ് ഇനി കേന്ദ്രം പച്ചക്കൊടി കാട്ടാൻ പോകുന്നത് എന്നൊക്കെ നോക്കാം. ശ്രീ നസീർ, ഒരുപാട് സമയമില്ല എങ്കിലും ഒരു മിനിറ്റിൽ, ഇപ്പോൾ RRTS ആയാലും ഇനി ഈ ശ്രീധരൻ മുന്നോട്ട് വയ്ക്കുന്ന അതിവേഗ പാതയായാലും നിങ്ങൾക്ക് പറയാനുള്ളത് എന്താണ്? നിങ്ങളുടെ ആവശ്യം പരിഗണിക്കാതെ, നിങ്ങളുടെ ആശങ്കകൾ പരിഹരിക്കാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല. അങ്ങനെയുണ്ടായാൽ പ്രതിഷേധവുമായി ഇനിയും രംഗത്തെത്തുമെന്ന് തന്നെയാണോ? ഞങ്ങൾ ഒരിക്കലും അതിവേഗ പാതയ്ക്കെതിരല്ല. പക്ഷേ അത് നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ നിലവിലുള്ള പാതയോട് അടുത്ത് തന്നെ അതിന് ഒരു സ്ഥലം ഏറ്റെടുത്തിട്ടുണ്ട് ഓൾറെഡി. അവിടെ ഒരുപക്ഷെ വേണമെങ്കിൽ പുതിയ ട്രാക്കുകൾ, സ്പീഡ് ട്രാക്കുകൾ നിർമ്മിച്ചുകൊണ്ട്, അല്ലെങ്കിൽ നിലവിലുള്ള പാതയിൽ തന്നെ ഓട്ടോമാറ്റിക് ഇലക്ട്രിക് സിസ്റ്റം, സിഗ്നൽ സിസ്റ്റം പോലെയുള്ള സിസ്റ്റങ്ങൾ, വളവുകൾ നൂർത്തുകൊണ്ട്, പാലങ്ങൾ ബലപ്പെടുത്തിക്കൊണ്ട് അതിനകത്തൊരു വേഗത്തിൽ ഓടിക്കാം. ഇപ്പോൾ വന്ദേ ഭാരത് ഓടുന്നുണ്ടല്ലോ. ഈ വന്ദേ ഭാരതിൻ്റെ 250 കിലോമീറ്റർ വരെ ഓടാൻ പറ്റിയ ചാൻസ് ഉള്ളതുണ്ട്, പോകുന്നില്ല. ഇവിടെ 5 വർഷം കഴിഞ്ഞിട്ട് നമ്മൾ 200 കിലോമീറ്റർ വേഗത്തെക്കുറിച്ചാണ് പറയുന്നത്. 5 വർഷം കഴിഞ്ഞ് ആർക്ക് വേണം 200 കിലോമീറ്റർ? ഇപ്പൊ ലോകത്തിന്റെ പല ഭാഗങ്ങളും 1000 കിലോമീറ്റർ വേഗത്തിലെ ട്രെയിനുകൾ ഓടുന്ന സമയത്താണ് നമ്മൾ 200 കിലോമീറ്റർ പറയുന്നത്. ഇപ്പൊ ഈ ശ്രീധരൻ സാറ് പോലും പറഞ്ഞ് 200 കിലോമീറ്റർ ആണ്. അതിന്റെ ഓപ്പറേഷണൽ സ്പീഡ് എന്ന് പറയുന്നത് വെറും 135 കിലോമീറ്റർ ആണ്. അതിന്റെ ആവശ്യം എന്താണ് നമുക്ക്? നമ്മുടെ ആൾക്കാർ ഇവിടെ കേരളത്തെ ഇല്ലാതാക്കിക്കൊണ്ട് അത്തരം ഒരു പദ്ധതിയിലേക്ക് പോകുന്നതിലുപരി നമ്മുടെ ഇപ്പോഴത്തെ ട്രാക്കിന് സമീപത്ത് തന്നെ സ്പീഡ് ട്രാക്കുകൾ കൊണ്ടുവന്നുകൊണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ഇപ്പോഴത്തെ ട്രാക്കുകൾ ബലപ്പെടുത്തിക്കൊണ്ട്, അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് സിഗ്നലിംഗ് സിസ്റ്റം കൊണ്ടുവന്നുകൊണ്ട് നമ്മുടെ ഇപ്പോഴത്തെ ജനങ്ങൾക്ക് യാത്ര ചെയ്യാനുള്ള സൗകര്യങ്ങളും അവൈലബിലിറ്റിയും കൂട്ടുകയാണ് ചെയ്യേണ്ടത്. അല്ലാതെ നമ്മൾ ഓരോരുത്തരും വന്നിട്ട് ഓരോ ബഡ്ജറ്റിലും വരുമ്പോൾ ഞങ്ങൾ അതിവേഗ റെയിൽ കൊണ്ടുവരും, ഞങ്ങൾ ജനങ്ങൾ എതിർക്കുക തന്നെ ചെയ്യും. അത് യാതൊരു സംശയമില്ല. എല്ലാം ജനങ്ങൾക്ക് വേണ്ടി കേന്ദ്ര ബജറ്റ് വരികയാണ്. കേന്ദ്ര ബജറ്റിൽ എന്ത് പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് നമുക്ക് നോക്കാം. ഇനി ഇക്കാര്യത്തിൽ RRTSലാണോ അതിവേഗ പാതയിലാണോ കേന്ദ്രം പച്ചക്കൊടി കാട്ടുന്നത് എന്നത് നമുക്ക് കാത്തിരിക്കാം. നന്ദി അതിഥികൾക്ക് ചർച്ചയിൽ പങ്കെടുത്തതിന്.